നമസ്കാരം, ഞാൻ ബൈജു നായർ. നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. വളരെ സന്തോഷത്തോടുകൂടി നവദമ്പതികളെ നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഒന്ന് ഗ്രേസ് ആൻ്റണി, എബി ടോം സിറേഖ്. ഈ അടുത്ത കാലത്ത്, അതായത് ഒരു വർഷം ആയിട്ടില്ല കല്യാണം കഴിഞ്ഞിട്ടല്ലേ? അപ്പോൾ കല്യാണം കഴിഞ്ഞ് ഒരു വർഷം ആകുന്നതിന് മുമ്പ് തന്നെ ഒരു പുതിയ അതിഥി അവരുടെ ജീവിതത്തിലേക്ക് വന്നിട്ടുണ്ട്. ആ അതിഥിയാണ് നമ്മുടെ ഒരു ഹൈലൈറ്റ്, അറിയാമല്ലോ, BMW X3 ആണ്. അപ്പോൾ നമുക്ക് കുറേ വിശേഷങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം, വാഹനത്തെ പറ്റിയും ഇവരുടെ ജീവിതത്തെ പറ്റിയുമൊക്കെ. അപ്പോൾ ഈ പറഞ്ഞ പോലെ എബി എന്ന് പറയുന്നത് തിരശ്ശീലയ്ക്ക് പിന്നിലുള്ള ആളാണെങ്കിലും ഒരുപക്ഷെ ഗ്രേസിനൊക്കെ കൂടുതൽ സിനിമയിൽ എക്സ്പീരിയൻസ് ഉള്ള ആളാണ് അല്ലേ? അല്ലേ? അതാണ് 300ഓളം, ഞാനിപ്പോൾ വിക്കിപീഡിയ കേട്ടോ, 300ലധികം സിനിമകളുടെ മ്യൂസിക് അറേഞ്ചറാണ്. ഈ മ്യൂസിക് എന്ന് വെച്ചാൽ ഇങ്ങനെ വയ്ക്കുന്ന ആളാണോ? അല്ലല്ല, ആക്ച്വലി മ്യൂസിക് പ്രൊഡ്യൂസർ എന്ന് പറയാം. അതായത് ഒരു മ്യൂസിക് ഡയറക്ടർക്ക് ഒരു സോങ് അല്ലെങ്കിൽ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ കാര്യങ്ങളൊക്കെ എങ്ങനെ വേണമെന്നൊരു വിഷൻ ഉണ്ടാവും. അപ്പം ഇന്നിപ്പം മൊത്തം അറിയാലോ, ഇന്നിപ്പം കമ്പ്യൂട്ടേഴ്സും അങ്ങനെ ഒരു ഡിജിറ്റൽ പരിപാടിയാണ്. അപ്പം പണ്ട് നമ്മൾ സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ടാവും, എല്ലാവരും കൂടെ ഒരുമിച്ച് വന്നിരുന്ന റെക്കോർഡിങ് ഇതിന് വന്ന് വായിക്കുന്ന ഒരു സമയം. അപ്പം അതെല്ലാം മാറിയിട്ട് എന്നെ പോലെ ഒരു മ്യൂസിക് പ്രൊഡ്യൂസർ വിർച്വൽ ഇൻസ്ട്രുമെന്റ്സ്, അതായത് നമ്മളിപ്പോൾ കേൾക്കുന്ന ഇൻസ്ട്രുമെന്റ്സ് എല്ലാം സോഫ്റ്റ്വെയർസ് ബേസ്ഡ് ആണ്. വിർച്വൽ ഇൻസ്ട്രുമെന്റ്സും പിന്നെ ഡിജിറ്റൽ ഓഡിയോ വർക്ക്സ്റ്റേഷൻസും യൂസ് ചെയ്ത് ആ മ്യൂസിക് കമ്പോസർക്ക് വേണ്ട അല്ല പുള്ളിയുടെ തലയിലുള്ള ഒരു ഐഡിയാസ് നമ്മളോട് പറഞ്ഞിട്ട് നമ്മളാണ് അത് പുറത്തേക്ക് അത് എക്സിക്യൂട്ട് ചെയ്ത് കൊണ്ടുവരുന്നത്. അപ്പം ഒരു നമ്മൾ പിന്നണി എന്ന് പണ്ടത്തെ പിന്നണി എന്ന് വേണേൽ പറയാം, പക്ഷെ അതിന്റെ ഒരു ഡിജിറ്റൽ ഫോമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ 100ലധികം ജിങ്കിളുകൾ അല്ലേ, പരസ്യചിത്രങ്ങളുടെ ഒക്കെ ഇഷ്ടം പോലെ. അപ്പൊ ഇത് എത്ര കാലം തുടങ്ങിയിട്ട്? അവിടെ ചെറിയൊരു പ്രായത്തിൽ അല്ലേ? ഞാൻ ആക്ച്വലി ഫിലിം ബേസ്ഡ് ആയിട്ട് തുടങ്ങിയത് ഒരു 16-17 വയസ്സുള്ളപ്പോഴാണ്. ഇപ്പം 36 വയസ്സായി. 36 വയസ്സായി. പ്രായം വെളിപ്പെടുത്തി കേട്ടോ. ആ പ്രായം തന്നെയാണോ പറഞ്ഞിരുന്ന ഗ്രേസ്? ആണോ? പൊൻകുന്നക്കാരനാണ്, നമ്മുടെ നാട്ടുകാരനാണ്. അങ്ങനെ ഒരു പ്രത്യേകത കൂടെ ഉണ്ട്. ഗ്രേസിന്റെ കാര്യത്തിൽ അറിയാമല്ലോ, ഗ്രേസ് ആദ്യത്തെ ഹാപ്പി വെഡിങ് കണ്ടപ്പോൾ തന്നെ നമ്മൾ ഇത് ആരായി കക്ഷി, കാരണം ഇത് ഗംഭീരമായിട്ടാണ് ആ ഒരു സീനിൽ വന്നത്. അതിനുശേഷം കുമ്പളങ്ങി നൈറ്റ്സ് പോലുള്ള സിനിമകളിലൂടെയൊക്കെ നമ്മളെ പ്രിയപ്പെട്ട താരമാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് നമ്മുടെ കനകം കാമിനി കലഹം, അതൊരു ഗംഭീര സിനിമയായിരുന്നു. അതിനുശേഷം തമിഴിലും എത്തി അല്ലേ? തമിഴിലും എത്തി. അപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ പോലെ വളരെ ചെറുപ്പത്തിൽ എന്തോ പ്രേമിച്ചു, കണ്ടുമുട്ടി, ഫേസ്ബുക്കിലൂടെ അല്ലേ? എല്ലാം പഠിച്ചിട്ടില്ല വരാൻ പറ്റും. അപ്പോൾ ഫേസ്ബുക്കിലൂടെയൊക്കെ മെസ്സേജ് അയക്കുന്നവർക്കൊരു പാഠമാണ് ഇവർ കേട്ടോ. അങ്ങനെയൊക്കെ സാധ്യത ഉണ്ടെന്നുള്ളത് തെളിയിച്ച ആൾക്കാരാണ്. അത് എത്ര വർഷമായി അങ്ങനെ ഫേസ്ബുക്കിൽ ആദ്യത്തെ ഒരു ഏതോ ഒരു ഷോർട്ട് ഫിലിമിന് മ്യൂസിക് ചെയ്യാമെന്ന് ചോദിച്ച് എബിക്ക് മെസ്സേജ് അയച്ചു അല്ലേ? എത്ര വർഷം മുമ്പത്തെ സംഭവമാണത്? 9 years. അതിനുശേഷം 9 വർഷം പ്രേമിച്ചു ആണോ? പിന്നെ അത് എത്ര വൈകിയത് കല്യാണം കഴിക്കാൻ? സമയമായി. ഇപ്പം നമ്മളങ്ങനെ പെട്ടെന്ന് ചാടിക്കേറി കല്യാണം കഴിക്കണ്ടെന്നൊരു തീരുമാനം നേരത്തെ ഉണ്ടായിരുന്നു. അങ്ങനെ വെയിറ്റ് ചെയ്തതാണ്. ഞാനും എനിക്ക് എത്തേണ്ട ഒരു ലക്ഷ്യസ്ഥാനം ഉണ്ടായിരുന്നു. അവിടെ എത്തിയിട്ട് കല്യാണം കഴിക്കാമെന്നുള്ള ആഗ്രഹമായിരുന്നു എനിക്ക്. അതുപോലെ തന്നെ എബിക്കും ഉണ്ടായിരുന്നു. അതങ്ങനെ വേണമെന്ന് എനിക്കായിരുന്നു കൂടുതൽ ആഗ്രഹം. ഞാൻ ഇടയ്ക്ക് കല്യാണം കഴിക്കാന്ന് പറയുമായിരുന്നു. അപ്പൊ ഞാൻ പറയായിട്ടില്ല. അവസാനം വേറെ കല്യാണം കഴിക്കാൻ തോന്നിയപ്പോഴാണ് എനിക്ക് സംഭവിച്ചത്. അപ്പൊ നമ്മുടെ ഒരു കോമൺ ഫ്രണ്ട് ഉണ്ട്, ജസ്റ്റിൻ, അറിയോ? നമ്മുടെ ആപ്പിളിന്റെ ഒക്കെ. ഞാൻ ഒരു ദിവസം ജസ്റ്റിന്റെ വീട് ചെന്നപ്പോൾ എടുത്ത് പറഞ്ഞു, ഇപ്പൊ ഗ്രേസിനെ കല്യാണം കഴിക്കാൻ പോകുന്ന ഇവിടെ നിന്ന് പോയതുള്ളൂ. അപ്പോഴാണ് ഞാനിത് മനസ്സിലാക്കിയത്. അതെനിക്ക് തോന്നുന്നു 1.5 വർഷം മുമ്പായിരിക്കും. അന്നാണ് ഞാനത് അറിയുന്നത്. അപ്പൊ നമുക്ക് വണ്ടിയിലേക്ക് വരാം. അടുത്ത കാലത്താണ് വണ്ടി എടുത്തത്, X3. ആരാണ് ഇതിന്റെ ഒരു ഉപദേശകൻ? അല്ല, എബി ആരോ ഉപദേശിച്ചത്? അതോ എബി സ്വന്തം ഇഷ്ടപ്രകാരം ഗ്രേസിനെ സ്വന്തമാക്കി പോലെ സ്വന്തം ഇഷ്ടപ്രകാരം? ഞങ്ങൾക്ക് ഇനിഷ്യലി X5 അല്ലെ X7 ആയിരുന്നു പ്ലാൻ. അപ്പം ഗ്രേസ് വണ്ടി ഓടിക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. അപ്പം മാക്സിമം ഡ്രൈവർ ഇല്ലാതെ തന്നെ വണ്ടി ഓടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഗ്രേസിനെ കുറച്ചുകൂടെ ഒന്ന് ഈസി ആയിട്ടൊന്ന് ഹാൻഡിൽ ചെയ്ത് ഒന്ന് ഓക്കെ ആവട്ടെ എന്ന് വെച്ചാൽ സൈസ് കൊണ്ടൊക്കെ ഒന്ന് ഓക്കെ ആവട്ടെ എന്ന് വിചാരിച്ചാണ് ആദ്യമേ X3 നോക്കാം. എന്നിട്ട് പിന്നെ നമുക്കൊരു 2-3 years കഴിയുമ്പോൾ പിന്നെ വേണമെങ്കിൽ അടുത്ത് നോക്കാമല്ലോ. എം-സ്പോർട്ടാണ്. അപ്പോൾ എന്താണ് എടുത്തു കഴിഞ്ഞിട്ട് ഇപ്പോൾ എത്ര ദിവസമായി? കുറച്ച് ദിവസമല്ലേ ഉള്ളൂ? 5 ദിവസം. അപ്പോൾ ഒരു ഡ്രൈവേഴ്സ് കാറെന്നാണ് BMW അറിയപ്പെടുന്നത്. രണ്ടുപേരും ഡ്രൈവിംഗിന്റെ ഒരു താല്പര്യം കൊണ്ടാണോ BMW പോയത്? താല്പര്യം എബിക്കാണ്. എനിക്ക് കുറച്ച് പകർന്നു കിട്ടിയത്. അപ്പോൾ എടുത്തിട്ട് വലിയ ലോങ് ട്രിപ്പ് ഒക്കെ പോയോ? ഇല്ല, ഒരു ജസ്റ്റ് കോട്ടയം വരെ ഒക്കെ പോയുള്ളൂ. ഇനി പോകണം. ഞാനും വർക്കായിട്ട് ഇന്നലെ വരെ രാത്രി വരെ നല്ല തിരക്കിലായിരുന്നു. ഇന്നലെ അത് കഴിഞ്ഞത്. അപ്പൊ ഇനിയിപ്പം അതൊക്കെ എന്തെങ്കിലുമൊക്കെ പ്ലാൻ ചെയ്യണം. അപ്പോൾ നമ്പറൊന്നും ആയിട്ടില്ല? ഇല്ല. എന്തെങ്കിലും നമ്പർ താല്പര്യങ്ങളുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. അത് കിട്ടുമെന്നറിയില്ല. ബുക്കിംഗ് ചെയ്തിട്ടില്ല. അതിൽ ഇനി ഓപ്പൺ ആവണോ ആ സീരീസ് എന്ന് വെച്ചാൽ KL 39 ആണ്. അപ്പം X ആണല്ലോ. അപ്പം X3000 എന്നിട്ട് X3 അങ്ങനെ കിട്ടുമല്ലോ. അത് പ്ലാൻ ഉണ്ട്. കണ്ടോണ്ടിരിക്കുന്ന ആരെങ്കിലും അതിനു വേണ്ടി ശ്രമിക്കുന്നുണ്ടെങ്കിൽ ബുക്ക് ചെയ്യും. നല്ല സാധ്യത ഉണ്ട് കേട്ടോ. അങ്ങനെയാണ് നമ്മൾ കമ്പനി പൈസ തരും. യൂട്യൂബ് ചാനൽ അതിന്റെ പൈസ തരുന്നതായിരിക്കും. എന്താണ് ഗ്രേസിന് X3 ഇത്രയും ദിവസം സഞ്ചരിച്ചപ്പോൾ ഉള്ളൊരു ഇംപ്രഷൻ? നല്ല കിടിലം
ആണ്. എനിക്ക് ആക്ച്വലി ഡ്രൈവ് ചെയ്യാൻ എബി പറഞ്ഞ പോലെ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. അപ്പം എനിക്ക് സൈസ് മാറ്റർ ആയിരുന്നു ആദ്യമേ. ഞാൻ എനിക്ക് തന്നെ ഇന്നോവ ടൂറിംഗ് സ്പോർട്ട് ഉണ്ട്. എനിക്ക് സൈസ് കുറച്ച് ഹാൻഡിൽ ചെയ്യാൻ പ്രശ്നമില്ല. അപ്പം ഞങ്ങള് X7 ഒക്കെ ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് സൈസ് കുറച്ചൊരു കൺസേൺ തന്നെയായിരുന്നു. വിചാരിച്ചു കുഴപ്പമില്ല, ഇതിലേക്ക് തന്നെ മാറാം. പിന്നെ ഇനി ഷൂട്ടിനാണെങ്കിലും ലോങ് ട്രാവൽ ചെയ്യുന്ന സമയത്ത് എനിക്ക് തന്നെ ഹാൻഡിൽ ചെയ്യാൻ ഉള്ള ഒരു എളുപ്പത്തിനാണ് ഞാൻ X3ലേക്ക് വന്നത്. അവന് എവിക്ക് കിട്ടില്ല എന്ന് ഉറപ്പായി ഷൂട്ട് തുടങ്ങി കഴിഞ്ഞാൽ. അങ്ങനെയായിരുന്നു ഞാനും വിചാരിച്ചത്. പക്ഷെ ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് കുഴപ്പമില്ല. സ്പീഡൊക്കെ എടുത്ത് നോക്കിയോ? അത് നമ്മൾ എടുത്തു നോക്കണ്ടല്ലോ, തന്നെ അങ്ങ് ആയിക്കോളൂ. അപ്പൊ ഏത് വണ്ടി ഉപയോഗിച്ചിരുന്നത് ഗ്രേസ് ഇതിനു മുമ്പ്? ഞാൻ Volkswagen ടൈഗോണ്ട GT+. മോശമല്ലല്ലോ, അതും നല്ല നല്ല വണ്ടിയില്ല. സ്വന്തം സിനിമ വന്നിട്ട് സ്വന്തം പൈസ എടുത്ത വണ്ടിയാണോ അത്? ആണല്ലേ? ശരി. എത്ര വർഷം മുമ്പ് എടുത്തു? അത് 4 years. അപ്പൊ ഏത് സിനിമ കഴിഞ്ഞപ്പോഴായിരുന്നു അത്? സിനിമ ഏതാന്ന് എനിക്ക് ഓർമ്മയില്ല. പക്ഷേ ഈ പറഞ്ഞ പോലെ ഫസ്റ്റ് എടുക്കുവാണെങ്കിൽ എനിക്ക് Volkswagen, ഞാൻ ഭയങ്കര Volkswagen ജർമ്മൻ ഗേളാണ്. അപ്പോൾ അതും എബി പറഞ്ഞിട്ടാണ് ഞാൻ Volkswagenലേക്ക് വന്നത്. പക്ഷെ അല്ലെങ്കിൽ എബി ഇല്ലായിരുന്നെങ്കിൽ വേറെ ഏതെങ്കിലും എടുക്കുമായിരുന്നു. അപ്പം ഈ കാർ ക്രൈസ് ഉള്ളത് കൊണ്ടാണ് ഇങ്ങനത്തെ നല്ല റൈറ്റ് ഓപ്ഷനിലേക്ക് ഞാൻ വന്ന് വീഴുന്നത്. അപ്പോൾ ഫസ്റ്റ് വണ്ടിയാണ്. അപ്പൊ അത് ഇത് എടുത്ത സമയത്ത് അതിന് മാറ്റണോ, അത് കൊടുത്തിട്ട് ഇത് എടുക്കണോ എന്നൊക്കെ ഉള്ളൊരു കൺസേൺ ഉണ്ടായിരുന്നു. പിന്നെ അത് കൊടുക്കാൻ അങ്ങനെ തോന്നുന്നില്ല. അവിടെ ഒരു ഫസ്റ്റ് വണ്ടി ആയതുകൊണ്ട് അതിനെ വിട്ട് കളയാൻ ഒരു മടി. കീപ്പ് ചെയ്യുന്നു. അപ്പൊ അത് എത്ര ദൂരമൊക്കെ പോയിട്ടുണ്ടാവും ഒറ്റയ്ക്ക് ഓടിച്ച്? അത് ആക്ച്വലി അധികം ഡ്രൈവ് ചെയ്തിട്ടില്ല. പിന്നെ എടുത്ത സമയത്ത് ഞാനൊന്ന് ബോംബെ ഗോവ ഒറ്റ സ്ട്രൈറ്റ് പോയി. അങ്ങനെ പോയായിരുന്നു. ഒറ്റയടിക്ക് പോയി 3000 കിലോമീറ്റർ ഓടിച്ചിട്ടുണ്ട്. ഒറ്റയ്ക്ക്? ആ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. എവിടെ കാര്യത്തിലോ ഏതായിരുന്നു ആദ്യകാല വണ്ടികൾ തുടക്കം? ഓൾട്ടോ. മാരുതി ഓൾട്ടോ. അത് കഴിഞ്ഞ് പിന്നെ ഇപ്പം എനിക്ക് എൻ്റെ എക്യുപ്മെന്റ്സ് ഒക്കെ ട്രാൻസ്പോർട്ട് ചെയ്യാനുണ്ട്, എൻ്റെ കമ്പ്യൂട്ടർ സിസ്റ്റംസ് എല്ലാം. അപ്പം അത് ഏറ്റവും നന്നായിട്ട് കയറ്റി വെച്ചെല്ലാം കൊണ്ടുപോകാം എന്നുള്ളൊരു ഇതിലാണ് പിന്നെ ഇന്നോവയുടെ മറ്റേ ടൂറിംഗ് സ്പോട്ട്, ക്രിസ്റ്റയുടെ ടൂറിംഗ് സ്പോട്ട് എന്ന് പറയുന്നത്. എബി ഈ പറഞ്ഞ ദീർഘദൂരമൊക്കെ ഓടിച്ചു പോകുന്ന ആളാണ്? ഇഷ്ടംപോലെ. ഇന്ത്യയിലൊക്കെ പല സ്ഥലങ്ങളിലും. ഞാനിപ്പം ആക്ച്വലി നാഗ്പൂർ അപ്പുറം വരെയൊക്കെ പോയിട്ടുള്ളൂ. അത്രേ പറ്റിയിട്ടുള്ളൂ ഇതുവരെ. പോണം, ഇനിയിപ്പം കുറച്ച് ഞങ്ങൾക്ക് പ്ലാൻ ചെയ്യണം. ഇനിയിപ്പം രണ്ടുപേരും കൂടി ദീർഘദൂരം ഇതിലൊക്കെ പോകാൻ പറ്റുമല്ലോ. എന്തുകൊണ്ട് ഈ ഇലക്ട്രിക്കിന്റെ ഒരു കാലമാണല്ലോ, നിങ്ങൾ ഇലക്ട്രിക് ഒന്നും നോക്കിയില്ലായിരുന്നു? BMW തന്നെ ഏതാണ്ട് ഈ ലുക്കുള്ള വണ്ടികളാണല്ലോ ഇപ്പൊ ഇലക്ട്രിക് വരുന്നത്. അതൊന്നും താല്പര്യപ്പെടില്ല? ഇലക്ട്രിക്കിനോടൊരു ഫാസിനേഷൻ ഇതുവരെ തോന്നില്ല. മേ ബി ഒരു സെക്കൻഡ് കാർ ആയിട്ടൊന്ന് ഫസ്റ്റ് എന്തെങ്കിലും നോക്കിയിട്ട് പിന്നീട് കുറച്ചുകൂടെ ഒന്ന് നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ ഒക്കെ നോക്കി കഴിയുമ്പോൾ ഇലക്ട്രിക്കിലേക്ക് മാറാം. ശരിയാണ്. ഇൻഫ്രാസ്ട്രക്ചറും പിന്നെ പുതിയ റോഡുകളും എല്ലാം കൂടെ വരുമ്പോഴത്തേക്ക് ഒരു സാധ്യത കൂടുതലുണ്ട്. അപ്പൊ നമുക്കിനി വണ്ടി വിട്ടിട്ട് കുറച്ച് കഥകളിലേക്ക് അല്ലേ? അപ്പൊ ഈ എബിയുടെ കാര്യത്തിൽ എബി ഞാൻ എല്ലാം വിക്കിപീഡിയ കേട്ടോ. 15-ാം വയസ്സിൽ പള്ളിയില് അല്ലെ കൊയറിൽ തുടങ്ങി. അതിനുശേഷം പാവാട, അതും പറയാൻ വിട്ടു. പാവാട എന്ന സിനിമയുടെ മ്യൂസിക് ഡയറക്ടറാണ്. അതിനകത്ത് ആ ഗംഭീര പാട്ടാണ് കേട്ടോ, കുരുത്തക്കേടിന്റെ കൂടാണ്, നല്ല രസമുള്ള പാട്ടാണ്. അതിനുശേഷം പക്ഷേ ഈ പറഞ്ഞ പോലെ സിനിമകളിൽ സ്വന്തമായിട്ട് സംഗീത സംവിധാനത്തിലേക്ക് എന്തുകൊണ്ടാണ് അധികം പോകാത്തത്? അത് ഇതിന്റെ തിരക്കൊണ്ടാണോ? രണ്ട് കാര്യമുണ്ട്. ഒന്ന്, പ്രത്യേകിച്ച് വേറെ നല്ല പരിപാടികളൊന്നും വന്നില്ല. പിന്നെ ഈ മ്യൂസിക് പ്രൊഡക്ഷൻ എന്നുള്ള രീതിയിൽ ഞാൻ അത്യാവശ്യം നല്ല ബിസി ആയിരുന്നു ആ സമയത്തും. അപ്പം അതങ്ങനെ ഒരു ഒഴുക്കിലങ്ങ് സേഫായിട്ട് അങ്ങ് പോയതുകൊണ്ട് പിന്നെ ഞാനും അതിന് ട്രൈ ചെയ്തില്ല. കുറച്ച് നമ്മളും ശ്രമിക്കണമല്ലോ. ഞാനും അതിനങ്ങ് ട്രൈ ചെയ്തില്ല. അപ്പം പക്ഷെ നമ്മൾ നല്ല ബിസിയാണ്, നല്ല ഏണിങ്സും ഉണ്ട്. അപ്പം അങ്ങനെ പിന്നെ മറ്റേ ഈ പറഞ്ഞ ജയപരാജയങ്ങളൊന്നും ബാധിക്കുന്നില്ല അല്ലേ? നമ്മൾ പിന്നണി നിൽക്കുന്നതുകൊണ്ട് ആ ഒരു പ്രശ്നം ഉണ്ടാകുന്നില്ല. നമ്മൾ ചെയ്യുന്നത് കൊണ്ട് നന്നായിട്ട് നമ്മൾ ഭയങ്കര ഈ ഒരു മ്യൂസിക് കമ്പോസറെ പോലെ തന്നെ നമ്മൾ അതിനകത്ത് വർക്ക് ചെയ്യുകയും വേണം. നമ്മൾ ചെയ്യുന്നത് മ്യൂസിക്കുമാണ്. അപ്പോൾ നമ്മുടെ പാഷൻ നമുക്കതിനകത്ത് ഓക്കെയാണ്. അപ്പൊ പിന്നെ അത് അങ്ങനെ പോകുന്നിടത്തോളം പോട്ടെ. കാരണം ഇത് ഭയങ്കര കോമ്പറ്റീഷൻ ഉള്ളൊരു സംഭവമാണ്. അപ്പം ഒരെണ്ണത്തിൽ ഫോക്കസ് ചെയ്ത് അതിലങ്ങ് ബെസ്റ്റ് ആവാന്നുള്ളൊരു ഇതിൽ അങ്ങനെ. അപ്പൊ തമിഴിലും ചെയ്യുന്നുണ്ട്? തമിഴുണ്ട്, തെലുങ്കുണ്ട്, ഇടയ്ക്ക് അയൽ സംസ്ഥാനങ്ങളിൽ കൂടെ പോകാറുണ്ട്. മലയാളമാണ് മെയിൻ. അപ്പൊ ഞാൻ ഈ അടുത്ത കാലത്ത് വിനായക് ശശികുമാറിനെ പരിചയപ്പെട്ടു. വിനായക് ഈ പറഞ്ഞ പോലെ ഭയങ്കര മോഡേൺ ലുക്കിലൊക്കെയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങളൊരു കവി, ഒരു പാട്ടെഴുത്തുകാരനാണല്ലോ, അപ്പോൾ ഈ രൂപമൊന്നും അല്ല ഞാൻ പ്രതീക്ഷിച്ചതെന്ന് പറഞ്ഞപ്പം വിനായക് പറഞ്ഞു ഞാൻ 1-2 സ്ഥലത്ത് ജുബ ഇട്ട് പോയിട്ട് എനിക്ക് അവിടെ ചേരുന്നില്ല എന്ന് പറഞ്ഞല്ലോ. നമ്മുടെ മ്യൂസിക് കണ്ടക്ടർ നമ്മുടെ മനസ്സിൽ പഴയ അർജുനൻ മാഷിൻ്റെ ഒക്കെ പോലെയുള്ള ആ ഒരു രൂപം ഇതൊന്നുമല്ല. വളരെ എന്താണ് യുവത്വം തുളുമ്പുന്ന വേഷവും ഭാവവും ഒക്കെയാണ്. അപ്പോൾ ഗ്രേസിൻ്റെ കാര്യത്തിൽ ഗ്രേസ് ഭരതനാട്യത്തിലാണ് അല്ലേ? അത് വിക്കിപീഡിയ കാലടി എന്നല്ലേ? അപ്പൊ ആ സമയത്താണ് ഈ സിനിമയിൽ ഓഡിഷൻ വരുന്നത് അല്ലേ? സെക്കൻഡ് ഇയർ പഠിക്കുമ്പോൾ. അപ്പൊ സിനിമ ഒരു എന്തെങ്കിലും മനസ്സിലുണ്ടായിരുന്നോ? എന്റെ ഓർമ്മ വെച്ച കാലം മുതലേ. ആണല്ലേ? ശരി. ആരാവണം വലുതാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിനിമാ നടി എന്ന് പറയുന്നത്. അപ്പൊ നാടകങ്ങളൊക്കെ അഭിനയിക്കുകയൊക്കെ ചെയ്യാറുണ്ടോ? നാടകങ്ങളായിരുന്നു എന്റെ തുടക്കം. അങ്ങനെ
+1 +2 ഞാൻ സീരിയസ് ആയിട്ട് ഡ്രാമ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. +2 പഠിക്കുമ്പോൾ സ്റ്റേറ്റിൽ ബെസ്റ്റ് ആക്ട്രസ് ആയി. അങ്ങനെ കോമ്പറ്റീഷന് പോയിട്ട് അങ്ങനെയാണ് എനിക്ക് സ്റ്റേജ് ഫിയർ ഒക്കെ മാറുന്നത്. പിന്നെ പതിയെ പ്രൊഫഷണൽ ഡ്രാമയിലേക്ക് തിരിഞ്ഞു. അങ്ങനെ ഒരു ചെറിയ കോൺഫിഡൻസ് വന്നത് നമുക്ക് പറ്റിയ തട്ടകമാണെന്ന്. അങ്ങനെയാണ് പിന്നെ ഞാൻ ഡിഗ്രിക്ക് സെക്കൻഡ് ഇയർ പഠിക്കുമ്പോൾ ഓഡീഷന് പോകുന്നത്, ഹാപ്പി വെഡിങ്ങിന്റെ ഓഡീഷന് പോകുന്നത്. ആദ്യമായിട്ടാണ് ഒരു ഓഡീഷൻ പോകുന്നത്. അങ്ങനെ തന്നെ സെലക്ഷൻ ആയി. ശരി. അതിൽ ഈ പറഞ്ഞ പോലെ പാട്ട് പാടി കാണിക്കാൻ പറഞ്ഞു. ആ സെയിം സീൻ തന്നെയായിരുന്നു, പക്ഷെ പാട്ട് ഡിഫറെന്റ് ആയിരുന്നു. അതങ്ങനെ നല്ലോണം പാടി വെറുപ്പിച്ചതുകൊണ്ട് അതൊരു ഗംഭീര സംഭവം കേട്ടോ. അത് നന്നായിട്ട് പാടിയിരുന്നെങ്കിൽ സെലക്ട് ആകത്തില്ല. വന്നാ എനിക്ക് 150 പെൺകുട്ടികൾ നന്നായിട്ടാണ് പാടി ഇംപ്രസ് ചെയ്തത്. എനിക്കെന്തോ അങ്ങനെ ഒരു വീട് തോന്നി. ശരി ശരി. പക്ഷെ ഭീകരന്മാരായിരുന്നു കൂടെ ഉണ്ടായിരുന്ന സീനിലൊക്കെ. എങ്ങനെ ഉണ്ടായിരുന്നു? പിന്നെ ഷറഫിക്ക, സിജിച്ചേട്ടൻ ഒക്കെ എല്ലാം അടിപൊളിയായിരുന്നു. ആ സോങ് തന്നെ സ്ക്രിപ്റ്റിലുണ്ടായിരുന്ന ഹരിമുരളീരവായിരുന്നു. അപ്പം ഞാൻ ആ സ്പോട്ടിൽ ചോദിച്ചു ഡയറക്ടറിനോട്, എനിക്ക് ഞാൻ പാട്ടൊന്ന് മാറ്റി പിടിച്ചോട്ടെ. അപ്പൊ ആ സമയത്താണ് ഈ പർട്ടിക്കുലർ സിനിമ റിലീസായത്. അപ്പൊ എനിക്ക് ലിറിക്സ് അറിയില്ല, എനിക്ക് തുടക്കം മാത്രമേ അറിയുള്ളൂ. ഞാൻ ഈ ശുഭരാത്രി പാടിപ്പോട്ടെ എന്ന് ചോദിച്ചു. ഡയറക്ടർ ഏത് പാട്ട് എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു പാട്ടാണ്, ഷറഫിക്കും അറിയില്ല, സിജേട്ടനും അറിയില്ല, ഞാൻ ഈ പാട്ടാ പാടാം. അങ്ങനെ ടേക്കിൽ ഞാനത് പാടിയപ്പോ അവർക്ക് ഉണ്ടായത് റിയൽ റിയാക്ഷൻ ആയിരുന്നു. അങ്ങനെ അപ്പൊ തന്നെ അവിടെ ക്ലാപ്സ് കിട്ടിയപ്പോഴത്തേക്ക് അതൊക്കെ. എങ്കിലും ആദ്യം തന്നെ അത് മാറ്റി പാടിക്കൂടെ ചോദിക്കാനുള്ള ധൈര്യം കാണിച്ചു. അതെന്താന്നറിയില്ല, എവിടെ നിന്നാണ് കോൺഫിഡൻസ് എന്താണെന്ന് അറിയില്ല. ഇനി ഒന്നും അറിയാത്തവരുടെ കോൺഫിഡൻസ് ആണെന്ന് അറിയില്ല. ഈ പഠിച്ചവർക്കും പഠിക്കാത്തവർക്കും അങ്ങനെ. അല്ല, അത് കഴിഞ്ഞിട്ട് പിന്നെ പെട്ടെന്ന് അടുത്ത സിനിമയിലേക്ക് വന്നു. പെട്ടെന്നായിരുന്നില്ല, അത് കഴിഞ്ഞ് ക്യാരക്ടർ റോൾസ് തന്നെയാണ് പിന്നെ ചെയ്തു വന്നത്. ബ്രേക്ക് കിട്ടിയത് കുമ്പളങ്ങി നൈറ്റ്സാണ്. അപ്പൊ ഇതുപോലെ ഈ ചക്കക്കുരു പോലെ ഇരുന്ന ഗ്രേസിനെ എങ്ങനെയാണ് ഈ മുരിങ്ങക്കോല് പോലെ ആക്കിയത്? എന്താ അതിന്റെ പിന്നിലെ പ്രചോദനം? ഞാനിപ്പോ നേരത്തെ മമ്മൂക്ക അത് ചോദിച്ചെന്ന് കേട്ടു. അത് ഈ കണ്ടോണ്ടിരിക്കുന്ന പലർക്കും വണ്ണമുള്ളവർക്കും വലിയ ഒരു പ്രചോദനമാണ്. എന്താ ചെയ്തത്? ഒത്തിരി കഷ്ടപ്പെട്ടു പോയി ചേട്ടാ. കാരണം അങ്ങനെ എനിക്ക് മെലിയ എന്ന് പറയുന്നത് ഭയങ്കര ഡിഫിക്കൽട്ട് ആയ ടാസ്ക് ആയിരുന്നു. ബിക്കോസ് എനിക്ക് ഹൈപ്പോ തൈറോയിഡ് ഉണ്ട്. അപ്പൊ അത് നമ്മുടെ ബോഡിയെ മനസ്സിലാക്കി കൊണ്ടുവരാൻ ഒരുപാട് സമയമെടുത്തു. ഉള്ള കണ്ട ഡയറ്റ്സ് എല്ലാം ഞാൻ ചെയ്തു നോക്കിയിട്ടുണ്ട്, ചെയ്യാത്തതായിട്ട് ഇനി ഒന്നുമില്ല. പിന്നെ നമ്മളൊരു സ്റ്റേജ് എത്തിക്കഴിയുമ്പോൾ നമുക്ക് ഇനി മടുത്ത്, ഇനി വേണ്ട, ഈ പരിപാടിയൊന്നും വേണ്ട. കാരണം എല്ലാവരും ഒരു കൈൻഡ് ഓഫ് ബോഡി ഷെയ്മിങ് വരും, എല്ലാവരുടെയും ചോദ്യങ്ങള്, നീ എപ്പോഴും ഡയറ്റ് എടുക്കുന്നുണ്ടല്ലോ, എന്തുകൊണ്ട് അതിന് ഡിഫറൻസ് വരുന്നില്ല എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് കുറെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു അതിന്റെ വീട്ടിൽ. പിന്നെയാണ് ഞാൻ മനസ്സിലാക്കിയത് നമ്മൾക്ക് മനസ്സിലാവുള്ളൂ നമ്മുടെ ബോഡിയുടെ ആവശ്യങ്ങൾ എന്തൊക്കെയാണ്, എങ്ങനെയാണ് ഇപ്പൊ നമ്മുടെ മൂഡ് പോകുന്നത് എന്നുള്ളത്. അങ്ങനെ പതിയെ ഞാൻ എന്നെ തന്നെ പഠിക്കാൻ തുടങ്ങി. എന്തൊക്കെ കഴിക്കുമ്പോഴാണ് എനിക്ക് റിയാക്ഷൻസ് വരുന്നത്, എന്തൊക്കെ കഴിക്കുമ്പോഴാണ് എനിക്ക് ഇൻഫ്ലമേഷൻ വരുന്നത്. അങ്ങനെ ഒരു ആന്റി ഇൻഫ്ലമേറ്ററി ഡയറ്റ് ഉണ്ടായിരുന്നു, പ്രോപ്പർ സ്ലീപ്പ് ഉണ്ടായിരുന്നു, സ്ട്രെസ് നല്ലോണം കൺട്രോൾ ചെയ്തു. അങ്ങനെ എല്ലാം കൺട്രോൾ ചെയ്താണ് ഒരു 9 months കൊണ്ട്, ഇപ്പൊ 9 months 8 to 9 months കൊണ്ട് ഞാൻ ഒരു 15 kg, ഇപ്പൊ 16 kgയിലേക്ക് ഇങ്ങനെ നടക്കുന്നു. ഇനിയും കൊണ്ട് പോവാൻ. അപ്പൊ കല്യാണം കഴിഞ്ഞിട്ടാണ് തുടങ്ങിയത്? ഇല്ല, കല്യാണത്തിന് മുന്നെയാണ്. അപ്പോൾ ഈ സ്ട്രെസ് ഉണ്ടായിരുന്നല്ലോ? ഇതിന്റെ ഭാഗത്ത് ഒരു സ്ട്രെസ്സും ഇല്ല. എബി ഭയങ്കര കൂളായിട്ടുള്ള ഒരു മനുഷ്യനാണ്. എന്ത് വന്നാലും എബി കൂലിങ്ങില്ല. അപ്പൊ ഞാൻ കൊണ്ട് ഡംപ് ചെയ്യുന്നത് അവിടെയാണ്. അപ്പൊ ഇനി എബി വണ്ണം വെച്ച് വരുമായിരിക്കും. നല്ല ഫുഡിയാണ്, നല്ല എന്താ പറയാ, കപ്പയും ബീഫും ചക്കയും ഒക്കെ കഴിക്കുന്ന ആളാണ്. അപ്പൊ എനിക്ക് കിട്ടിയത് അങ്ങനെ ഒരാളെ. അല്ല, ഗ്രേസിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് എന്തായിരുന്നു? എന്താ കട്ട് ചെയ്തത്? ഞാന് ഹൈപ്പോ തൈറോയ്ഡ് ഉള്ളതുകൊണ്ട് തന്നെ എനിക്ക് റൈസ്, വീറ്റ്, അങ്ങനത്തെ ഒരു കാര്യങ്ങളും, മിൽക്കൊക്കെ എനിക്ക് പ്രശ്നമുണ്ട്. അപ്പം എല്ലാത്തിന്റെയും ക്വാണ്ടിറ്റി കുറച്ചിട്ട് ഒരു പ്രോപ്പർ ഹെൽത്തി മീലാണ് ചെയ്യുന്നത്. പിന്നെ കൃത്യസമയത്ത് മീൽസ് എടുക്കുക, കൃത്യസമയത്ത് ഉറങ്ങുക. പക്ഷേ ഈ ഷൂട്ടൊക്കെ ഉള്ളപ്പോൾ അത് പറ്റുമോ കൃത്യസമയത്ത് ഉറങ്ങുക എന്നുള്ളത്? അത് ചെയ്യണം, നമ്മൾ അതിനുള്ള സമയം കണ്ടെത്തുക എന്നുള്ളതാണ് അതിന് ചെയ്യാൻ പറ്റുക. അപ്പൊ ഞാൻ അങ്ങനെയുള്ള സമയത്ത് ഞാൻ ഡയറക്ടേഴ്സിനോട് പറയും, പെട്ടെന്ന് പോയിട്ട്, എനിക്ക് അധികം സമയമൊന്നും വേണ്ട ഫുഡ് കഴിക്കാൻ, വളരെ ക്വാണ്ടിറ്റി കുറച്ച് ഫുഡ് കഴിക്കത്തുള്ളൂ. അപ്പൊ പെട്ടെന്ന് പോയി പെട്ടെന്ന് വരുന്ന പരിപാടിയിലാണ് ഇരിക്കുന്നത്. ശരി, ഇതെല്ലാം ഒരു പ്രചോദനമാട്ടോ. കാരണം ഈ കനകകാമനിലൊക്കെ നല്ല വണ്ണം ഉണ്ടായിരുന്നു അല്ലേ? ആ സമയത്താണ് തോന്നുന്നത് ഏറ്റവും കൂടുതൽ വണ്ണം കുറവാണ്. അത് കഴിഞ്ഞിട്ടാ പിന്നെ ഞാൻ ഗെയിൻ ചെയ്തത്. ആണല്ലേ? എങ്കിലും ഒരു വണ്ണം തോന്നുന്ന ഒരു പ്രചോദനമായിരുന്നു. അതിൽ നിന്ന് പെട്ടെന്ന് ഒരു മാറ്റമാണ് വന്നിരിക്കുന്നത്. എല്ലാവർക്കും ഒരു പ്രചോദനം. എന്റെ ഭാര്യയ്ക്കൊക്കെ വലിയ പ്രചോദനമായിരിക്കും ഈ വീഡിയോ വന്നു കഴിയുമ്പോഴത്തേക്ക്. ഒത്തിരി പേര് DM ചെയ്യും, എങ്ങനെയാണ് ഡയറ്റ് പ്ലാൻ പറഞ്ഞു തരുമെന്ന്. അപ്പൊ എനിക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റാത്തതിന്റെ റീസൺ ഇതാണ്. ഒരൊറ്റ ഡയറ്റ് പ്ലാൻ കൊണ്ടല്ല എന്റെ ഹെൽത്ത് കണ്ടീഷൻ അങ്ങനെ മാറി വന്നത്. ഞാനെടുത്ത ഒരു എഫേർട്ട് എന്ന് പറയുന്നത് പ്രോപ്പർ, ഞാൻ ചില സമയത്ത് മന്ത്ലി ഞാൻ ഫാസ്റ്റിംഗ് എടുക്കും. ഫാസ്റ്റിംഗ് ഒന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഡയറ്റിലേക്ക് കയറും. അത് കഴിഞ്ഞിട്ട് എന്താ പറയാ, വർക്ക്ഔട്ട് ഉണ്ടാവും. ചില മന്തിൽ ഞാൻ രാവിലെ ഉച്ചയ്ക്കും വൈകിട്ട് വർക്ക്ഔട്ട് ചെയ്യും. അപ്പൊ അങ്ങനെ ബാലൻസ് ചെയ്താണ് എന്റെ
ഫുൾ ഈ ഒരു ജേർണി പോയത്. പിന്നെ നമ്മുടെ ഒരു പേഴ്സണൽ ഹാബിറ്റ്സിലും വന്ന മാറ്റങ്ങളാണ് അല്ലോ, അതുകൊണ്ട് അങ്ങനെ പറഞ്ഞു കൊടുക്കാനും പറ്റില്ലല്ലോ, ഓരോരുത്തരുടെ ശരീരപ്രകൃതി അനുസരിച്ചും ഒക്കെ വേണമല്ലോ. അപ്പോൾ ഇനി ഇത് കണ്ടിന്യൂ ചെയ്യണോ? ഇനി കണ്ടിന്യൂ ചെയ്തേ പറ്റുള്ളൂ. ഇത്ര മെനക്കെട്ടുണ്ട് ആൾക്കാർ എന്നെ അടിക്കും. അല്ല പക്ഷെ ചിലപ്പോൾ ഭംഗിയുള്ള അല്ല വണ്ണമുള്ള ഒരു ഭംഗിയൊക്കെ തന്നെയാണ്, അങ്ങനെ നമുക്ക് അല്ലേ മോശമൊന്നും പറയാനില്ല. ഒരിക്കലും ഒരു മോശം ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ നമുക്കെന്ന് വെച്ചാൽ നമുക്ക് ഫിസിക്കലി കുറെ ലിമിറ്റേഷൻസ് വരും. അത് നമുക്ക് എന്തെങ്കിലും ചെയ്യാനോ ഓടാനോ ചാടാനോ അങ്ങനെ ഒരേ ലിമിറ്റേഷൻസ് വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ഞാനിപ്പം 26 വയസ്സിൽ നിന്നാലും എനിക്കൊരു 36 വയസ്സിന്റെ ഫീൽ എനിക്കുണ്ടായിരുന്നു. അത് മെന്റലി വന്നപ്പോഴാണ് എന്നെ ബ്ലോക്ക് ചെയ്തത്. ഇത് ഇനി പോയാൽ പറ്റത്തില്ല എന്നുള്ളത്. അങ്ങനെ ഞാൻ ഡിസൈഡ് ചെയ്തിട്ടാണ്. മമ്മൂക്ക എന്താ പറഞ്ഞു പറഞ്ഞത്? 2 വയസ്സ് കുറച്ചാ പറഞ്ഞു. ഉദാഹരണം പറഞ്ഞതാണ്. മമ്മൂക്ക എന്താ പറഞ്ഞെന്ന് പറഞ്ഞത്? നേരത്തെ നമ്മുടെ ഫ്രണ്ട് ഒരു അവസാനിപ്പിച്ചോണ്ട് എന്താ പറയുന്നുണ്ട്? മമ്മൂക്ക എന്താ പറഞ്ഞതായിട്ട്? മമ്മൂക്ക നേരത്തെ പറയുമായിരുന്നു ശ്രദ്ധിക്കണം, ഫിസിക്സ് ശ്രദ്ധിക്കണം എന്ന് നേരത്തെ പറയുമായിരുന്നു. അപ്പൊ ഞാൻ ഇങ്ങനെ പറഞ്ഞു എനിക്ക് ഇങ്ങനത്തെ കണ്ടീഷൻ ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ അതൊക്കെ അവിടെ നിൽക്കട്ടെ, പക്ഷെ an actor നിന്റെ ബോഡി ഒരു ടൂളായിട്ട് കണ്ടിട്ട് അത് ശ്രദ്ധിച്ചേ പറ്റുള്ളൂ എന്ന് നന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ഇനി വരുമ്പോൾ ഞാൻ മാറ്റിയിട്ട് വരുന്നു. അങ്ങനെ മാറ്റിയിട്ട് ഞാൻ പിന്നെ ഇക്കാണ് മുമ്പിൽ പോയത്. ഈ മമ്മൂക്കയെ പറ്റി അടുത്ത കാലത്ത് ഒരാൾ നല്ലൊരു ഡയലോഗാണ്. മമ്മൂക്കയുടെ ഒരു സുഹൃത്ത് തന്നെ ഈ 1 വർഷം മുമ്പ് കഴിച്ച ബിരിയാണിയെ പറ്റി ഓർത്ത് ഇപ്പോഴും വിഷമിക്കുന്ന ആളാണ്. അന്നത് കഴിക്കണ്ടായിരുന്നു. സെറ്റിലെ ബിരിയാണി ഒക്കെ നമ്മൾ തന്നെ ആദ്യം വിളിച്ചിട്ട് കഴിക്കാൻ. പക്ഷെ നമുക്ക് കുഴപ്പമില്ല, ലിമിറ്റഡ് അല്ലേ കഴിക്കുള്ളൂ. അതല്ല, അതാണ് എൻ്റെ ഒരു കാര്യം. നമ്മൾ കണ്ടാലും പുള്ളി പറയും ഹെൽത്ത് ഒക്കെ നോക്കണം കേട്ടോ. എവിടെ കാര്യത്തിൽ എബിയുടെ അച്ഛനും അമ്മയ്ക്ക് എന്ത് ചെയ്യായിരുന്നു? എൻ്റെ ഫാദർ SBTയിൽ വർക്ക് ചെയ്യുമായിരുന്നു. പിന്നെ SBT SBI മെർജിങ് വന്ന സമയത്ത് ആള് VRS എടുത്തു. അമ്മ ഹൗസ് വൈഫാണ്. മറ്റേ സിബ്ലിങ്സ് ഒരു സിസ്റ്റർ ഉണ്ട്, ഇളയാളാണ്. കല്യാണം കഴിഞ്ഞ സിംഗപ്പൂർ സെറ്റിൽഡാണ്. ഗ്രേസിന്റെ കാര്യത്തിലോ അച്ഛനും അമ്മയും? ഒരു ചേച്ചിയാണുള്ളത്. ചേച്ചി ഹോം ബേക്കർ ആണ്. അവര് ഇവിടെ തന്നെയാണ്, കേരളത്തിൽ തന്നെ സെറ്റിൽ. ചേട്ടൻ ഡെന്റൽ ടെക്നീഷ്യൻ ആണ്. അവർക്കൊരു 10 വയസ്സുള്ള മോനുണ്ട്. ശരി. ഈ ഹോം ബേക്കർ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ബ്രാൻഡിൽ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി വിൽക്കുന്നൊക്കെ ഉണ്ടോ? അതെ, കേക്ക്സ് തന്നെയാണ് ഫുള്ള് കോൺസെൻട്രേറ്റ് ചെയ്യണത്. അപ്പോ പുള്ളിക്കാരിക്ക് സ്വീറ്റ് ഡേ, ഷാരോൺ സ്വീറ്റ് ഡേ എന്ന് പറഞ്ഞിട്ടൊരു ഉള്ളത്. ഒരു പരസ്യം കൂടെ പൈസ അല്ല. അപ്പൊ ഓൺലൈനിലൊക്കെയാണോ അധികം? ഓൺലൈൻ അല്ല, പുള്ളിക്കാരിക്ക് അറിയാവുന്ന അടുത്തുള്ള അങ്ങനെ വലിയ സംഭവമായിട്ടൊന്നും ഇപ്പൊ വന്നിട്ടില്ല, തുടങ്ങിയിട്ടേ ഉള്ളൂ. പിന്നെ അങ്ങനെ പോകും. അപ്പൊ ഗ്രേസിന്റെ കാര്യത്തിൽ ഇപ്പൊ ഗ്രേസ് ഈ സിനിമാവിനെ അല്ലാതെ പാഷൻ, പഴയ ഡാൻസ് ഇപ്പോഴും കൂടെ കൊണ്ടു നടക്കുന്നുണ്ടോ? ഇപ്പോ റീസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. മെലിഞ്ഞപ്പം അതെ അതെ. അല്ല ഞാൻ പറഞ്ഞില്ല, ഞാൻ ആ ഫിസിക്കൽ ലിമിറ്റേഷൻസ് എന്ന് പറഞ്ഞാൽ അതൊക്കെ കൊണ്ട് തന്നെയാണ്. കുറച്ച് ബ്രീത്തിങ് ഇഷ്യൂസ് ഒക്കെ നമുക്ക് ഉണ്ടാവും. അപ്പോൾ ഇപ്പോൾ അത് റീസ്റ്റാർട്ട് ചെയ്തുകൊണ്ട് നമുക്ക് തന്നെ കുറച്ചുകൂടെ നമ്മുടെ സന്തോഷത്തിന്റെ ലെവല് ഭയങ്കരമായിട്ട് കൂടി. അപ്പോൾ എബി എന്താണ് ഈ ഗ്രേസിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്താ? ഈ ഗ്രേസിൻ്റെ കാര്യത്തിൽ നമുക്കൊക്കെ ഉള്ള ഒരു ഗ്രേസ് ഉണ്ട് എന്നുള്ളതാണ്. നമുക്ക് ഈ സിനിമയിലൊക്കെ ആയാലും ഗ്രേസിനെ കാണുമ്പോൾ ഒരു സന്തോഷം വരുന്നത് എന്താണ്? അതാണോ ആകർഷിച്ചത്? എന്തായിരുന്നു? ഞാൻ പഠിപ്പിച്ചു വിട്ടത് പറഞ്ഞു. സത്യമായിട്ട് തന്നെ പറയാം, പാവ ഞാൻ എന്നെ പറഞ്ഞാലും വിശ്വസിക്കും. അതുകൊണ്ട് പിന്നെ വേറെ പിന്നെ ആള് ബേസിക്കലി ഞാൻ 9 വർഷം മുന്നേ പരിചയപ്പെട്ട ആളെന്താണോ അത് അതിനൊരു മാറ്റമില്ല. അത് നല്ല കാര്യങ്ങളിലാണെങ്കിലും പൊട്ടത്തരത്തിലാണെങ്കിലും വിശ്വസിക്കുന്നതാണ് ഭാര്യമാർക്ക് വേണ്ട ഏറ്റവും വലിയൊരു ഗുണം. നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും മാറ്റമില്ല. തിരിച്ചോ എബിയുടെ കാര്യത്തിലോ? വേണം അങ്ങനെ പറയാം. ഭയങ്കര പേഷ്യൻ്റ് ആണ്. എന്ത് പറഞ്ഞു തരാനും നമ്മൾ പറയുന്നത് കേൾക്കാനും ഭയങ്കര നല്ലൊരു ലിസണറാണ്. പിന്നെ ഞാൻ പരിചയപ്പെടുന്ന സമയത്ത് എനിക്ക് 18-19 വയസ്സ്. അപ്പോൾ സത്യം പറഞ്ഞാൽ എന്നെ വളർത്തിക്കൊണ്ടുവന്നത് എബിയാന്ന് തന്നെ പറയാം. അപ്പോൾ ഞാൻ വരുന്നൊരു മേഖല ഇതാണ്, എനിക്കറിയാത്ത ഒരു ചുറ്റുപാടുകളാണ്, ഒത്തിരി ആൾക്കാരെ ഡീൽ ചെയ്യണം, എത്തരത്തിലുള്ള ആൾക്കാരാണെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ എൻ്റെ ഫാമിലിക്ക് അതിൻ്റെതായിട്ടുള്ള കൺസേൺ ഉണ്ടായിരുന്നു. അപ്പോൾ ഉണ്ടായൊരു ഗുണം എന്ന് പറഞ്ഞാൽ പരിചയപ്പെട്ട് ഞങ്ങൾ ഇഷ്ടത്തിലേക്ക് കയറിയ സമയത്ത് എന്നെ വീട്ടിൽ പൊക്കി, എൻ്റെ വീട്ടിൽ പൊക്കി. അപ്പൊ തന്നെ ഞാൻ പറഞ്ഞു, എനിക്ക് പിടിച്ചിരിക്കാൻ പറ്റിയില്ല. ഞാൻ ഇങ്ങനെ ഒരാളുണ്ട്, എബിയാണ്, വാഴക്കാലയാണ്, കാഞ്ഞിരപ്പള്ളി നിന്നാണ്, അപ്പനിന്നാണ്, അമ്മ ഇതാണ് പറഞ്ഞു. നെക്സ്റ്റ് ഡേ കട്ടു കാണുന്നത് അപ്പ അമ്മ എബി ഒരു കോഫി ഷോപ്പിലിരുന്നു, മീറ്റ് ചെയ്തു. അവരന്നേരം ഉറപ്പിച്ചു. അവര് വീണു. എന്ത് പറഞ്ഞിട്ടാ വീട്ടിൽ നിന്ന് ഇപ്പോഴും എന്നോട് പറഞ്ഞിട്ടില്ല. അതെ അതെ അതെ. ഞാൻ പ്രതീക്ഷിക്കുന്നത് അങ്ങനെയായിരുന്നില്ല. ഞാൻ വലിയൊരു കോലാഹലമൊക്കെയാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷെ അന്നേരം വീണു. പിന്നെ കാണണമെന്ന് പറയുന്നത് നെക്സ്റ്റ് സീൻ എന്ന് പറയുന്നത് എനിക്ക് വരുന്ന എല്ലാ എൻക്വയറീസ് ആണെങ്കിലും എബി കുറേ എഫേർട്ട് എടുത്തിട്ട് നല്ല ടീമാണോ, എങ്ങനെയാണ് അതിനകത്ത് ഡീൽ ചെയ്യേണ്ടതെന്നൊക്കെ ഫുൾ എബി എനിക്ക് പറഞ്ഞു തന്നത്. അപ്പം എന്നെ ത്രൂ ഔട്ട് ഗൈഡ് ചെയ്യാനുള്ളൊരു കേപ്പബിലിറ്റി അന്ന് ഞാൻ എബിയിൽ കണ്ടിരുന്നു. അത്
നമ്മൾ ആദ്യം ചോദിക്കുന്ന അതേ ഒരു സാവകാശവും ക്ഷമയും ഒരു 100ാമത്തെ പ്രാവശ്യം നമ്മൾ ചോദിച്ചാൽ ലഭിക്കുന്നുണ്ട്. അത് ആര് ചോദിച്ചാലും അങ്ങനെയാണ്. അപ്പം ഞാൻ ചില സമയത്തൊക്കെ പറയും ഇത്ര എഫർട്ടൊന്നും എടുക്കണ്ട കേട്ടോ, കാരണം നമുക്ക് വേറെ പണിയുണ്ട്, അവർ അങ്ങനെയൊക്കെ ഞാൻ പറയാറുണ്ട് വേറെ ആൾക്കാരൊക്കെ ചോദിക്കുന്ന സമയത്ത്. എല്ലാവരും നമ്മളോട് ഒരേപോലെ നിന്നെന്ന് വരില്ലല്ലോ. പക്ഷേ എബിക്ക് ആ ഒരു ക്ഷമ ഭയങ്കരമായിട്ടുണ്ട്. അതാണ് എനിക്കില്ലാത്തതും എബിയിൽ ഞാൻ കണ്ട ഒരു ഏറ്റവും വലിയ ക്വാളിറ്റി അതാണ്. എബി പക്ഷേ ഇനിയിപ്പോൾ ഈ വീഡിയോയിൽ അത് വെളിപ്പെടുത്താൻ പോവാണ്. എന്താണ് ഗ്രേസിന്റെ അച്ഛനും അമ്മയും വീഴിക്കാൻ ചെയ്ത കാര്യം? ആ രഹസ്യം ഇവിടെ വെളിപ്പെടുത്തുന്നുണ്ടോ? പ്രത്യേകിച്ചൊന്നുമില്ല. എന്താ അവർ ചോദിച്ചത് കണ്ടപ്പോഴത്തേക്കും? നിങ്ങൾ ഫസ്റ്റ് സംസാരിച്ചു തുടങ്ങുമ്പോൾ എന്നെ കണ്ടപ്പോഴേ ചോദിച്ചിട്ട് അപ്പച്ചേനെ നോക്കിയിട്ട് എന്തൊക്കെയുണ്ട് വിശേഷം, ഞാൻ സുഖം ചിരിച്ചു. പിന്നെ എന്നോട് കൂടുതലൊന്നും അവർ ചോദിച്ചില്ല. പിന്നെ ഭയങ്കര കാഷ്വലായിട്ട് സംസാരിക്കുമായിരുന്നു. ഇത് ഇനി നമ്മളെ കണ്ടപ്പം പേഴ്സണാലിറ്റി ഒക്കെ ഒരു കാര്യം ചോദിച്ചെന്ന് അപ്പ എന്നോട് പറഞ്ഞായിരുന്നു. ഞാൻ പുള്ളിയോട് ചോദിച്ചു എന്തെങ്കിലും ഡിമാൻഡ് ഒക്കെ ഉണ്ടോ എന്ന് ഞാൻ പുള്ളിയോട് ചോദിച്ചായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോഴേ പറഞ്ഞു അങ്ങനെ ഒന്നുമില്ലപ്പാ, എനിക്ക് ഗ്രേസിന് ഇഷ്ടമാണ്, ഗ്രേസിന് എന്നെ ഇഷ്ടമാണ്, അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞു. പിന്നെ ഈ 9 വർഷത്തിന് ശേഷം നമ്മൾ അതിൻ്റെ ഇടയിൽ ഇവർ കല്യാണം കഴിക്കണം എന്നുള്ളൊരു നിബന്ധനകൾ ഇടയ്ക്കിടയ്ക്ക് കൊണ്ടുവരാറുണ്ട്. അപ്പോഴും നമ്മൾ പറയില്ല സമയമായിട്ടില്ല. ഇപ്പം റീസെൻ്റ്ലി നമ്മൾ കല്യാണത്തിന് തൊട്ട് മുന്നേ 1 മാസം മുന്നേ ഞങ്ങൾ എന്ന് പറഞ്ഞു ഞങ്ങൾക്ക് 2 പേരെ ഒന്ന് ഡിന്നറിന് കൊണ്ടുപോകണമെന്നുണ്ടെന്ന് പറഞ്ഞ് 2 ഫാമിലിയും ഞങ്ങൾ ഡിന്നറിന് കൊണ്ടുപോയിട്ട് ഇങ്ങനെ ടേബിളിൽ ഇങ്ങനെ ഇരിക്കുക, മറ്റേ വട്ടവേശ സമ്മേളനം പോലെ. ഇവരിങ്ങനെ ചെറിയൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് അടിച്ചു. ഞങ്ങൾ കൊണ്ടുവന്നത് വേറൊന്നിനുമല്ല, കല്യാണം കഴിച്ചാലോ എന്നൊരു ആലോചന എന്ന് പറഞ്ഞു. അപ്പോൾ ഇവരിങ്ങനെ ഇത്രയും നാൾ ഞങ്ങൾ ഇതല്ലേ പറഞ്ഞെന്നുള്ളൊരു ഫീലിങ്ങിൽ. അപ്പോൾ എപ്പോഴാന്ന് ചോദിച്ചു, എത്രയും പെട്ടെന്ന് വേണേൽ കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഓക്കെ ആൾക്കാരെ വിളിക്കണ്ടേ, അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ. അപ്പോൾ ഞങ്ങൾ അടുത്ത സർപ്രൈസ് പൊട്ടിച്ചു. ആരും വേണ്ട, നമ്മൾ മാത്രം. കോവിഡ് കാര്യത്തിൽ നിന്നല്ല, നമ്മൾ കല്യാണം എന്ന് പറയുന്ന സമയം തൊട്ടേ നമ്മുടെ മനസ്സിൽ എന്ന് പറയുന്നത് ഫാദർ ആൻഡ് മദർ, നമ്മുടെ സഹോദരങ്ങൾ, വളരെ അടുത്ത കുറച്ച് സുഹൃത്തുക്കൾ എന്നുള്ളത് മാത്രമായിരുന്നു അന്നത്തെ കൺസേൺ. പിന്നെ നമ്മൾ കുറച്ച് മെച്ചുവേർഡ് ആകുമ്പോൾ നമുക്ക് മനസ്സിലാക്കുമല്ലോ ഇതല്ല ഇതിൻ്റെ ഒരു അൾട്ടിമേറ്റ് എന്ന് പറയുന്നത്. നമ്മുടെ കൈൻഡ് ഓഫ് ഒരു ആഘോഷം, എൻജോയ്മെൻ്റ് എന്ന് പറയുന്നത് ലൈഫാണ്. അത് ഒത്തിരി എന്താ പറയുക എക്സ്പെൻസസും ഒത്തിരി പാരൻസിനെ അത് ഏൽപ്പിക്കുന്നതും അവരുടെ പിന്നെയുള്ള ഒരു സഫറിങ് ഒന്നും കാണാൻ നമുക്ക് താല്പര്യമില്ല. പിന്നെ നമ്മൾ അധ്വാനിക്കുന്നുണ്ട്, അതിൽ നിന്ന് തന്നെ നമുക്ക് നമ്മുടെ കല്യാണം നടത്തണം എന്നുള്ളൊരു ആഗ്രഹവും നമുക്കുണ്ടായിരുന്നു. പിന്നെ ഒത്തിരി എക്സ്പെൻസ് ഇല്ലാതെ നമ്മൾ അതിന് വെച്ച പൈസ കൊണ്ട് നമുക്ക് നമ്മുടെ ലൈഫ് എൻജോയ് ചെയ്യണം, ഒത്തിരി ട്രാവൽ ചെയ്യണം. ആ ഒരു ഏണിങ്സ് ഒക്കെ കൊണ്ടാണ് ഇങ്ങനത്തെ ഒരു സക്സസ് ഒക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നത്. അപ്പോൾ അത് പറഞ്ഞപ്പോൾ അവരെ മനസ്സിലാക്കാൻ കുറച്ച് സമയം എടുത്തു. അപ്പോൾ ആ ഒരു ഡിന്നർ ആക്ച്വലി കുറച്ച് നീണ്ടുപോയി. ഇവരെയൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി ബില്ലൊക്കെ എടുത്ത് വരാനായിട്ട് കുറച്ച് സമയം എടുത്തു. പക്ഷെ എന്നാലും ആലോചിക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. പക്ഷെ എല്ലാവർക്കും ഒരു പരാതി വന്നില്ല, സിനിമ ഫീൽഡൊക്കെ ആണെങ്കിലും സിനിമ ഫീൽഡ് ഭയങ്കര സർപ്രൈസിങ് ആയിരുന്നു. എല്ലാവരും ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. എല്ലാവരും ഒത്തിരി പേര് പറഞ്ഞു ഞങ്ങൾക്ക് ഇത് തന്നെ ആഗ്രഹം, പക്ഷെ നടന്നില്ല എന്നുള്ളത്. ഫാമിലിയിൽ അവരുടെ സാഹചര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കാരണം ഫാമിലിയിൽ ഇങ്ങനത്തെ ഒരാൾ ഞാനാണ്, സെലിബ്രിറ്റി ആയിട്ട് നിൽക്കുന്ന ഒരാളാണ്. അപ്പോൾ അവർക്കും ആഗ്രഹം ഉണ്ടാവുമല്ലോ നമ്മുടെ കല്യാണം ഒന്ന് കൂടണം എന്നുള്ളത്. അവരുടെ സൈഡിൽ നിന്ന് ചിന്തിക്കുമ്പോൾ അത് ശരിയാണ്. പിന്നെ അപ്പയോടെ ഞാൻ പറഞ്ഞു എൻ്റെ കല്യാണമാണ്, അപ്പോൾ ഞാനൊന്ന് ഡിസൈഡ് ചെയ്തോട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ അവരത് ഓക്കെ പറഞ്ഞു. എബി അതുപോലെ തന്നെ ചോദിച്ചു. അപ്പോൾ സർപ്രൈസിംഗ്ലി അവർ ഓക്കെ പറഞ്ഞു. ആ പൈസയൊക്കെ ശ്രീധനായിട്ട് കിട്ടിയോ? പണ്ടേ പറഞ്ഞു പോയില്ല, വേണ്ട മാറ്റി പറയാനോ പോയില്ല. എബി ഏതൊക്കെയാണ് പ്ലേ ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ്സ്? ഞാൻ കീബോർഡ് പ്ലേ ചെയ്യും, ഡ്രംസ് അത്യാവശ്യം വായിക്കും, ഗിറ്റാർ അത്യാവശ്യം വായിക്കും. പിന്നെ ലോകത്തുള്ള എന്ത് ഇൻസ്ട്രുമെന്റ്സും സോഫ്റ്റ്വെയർ യൂസ് ചെയ്ത് കമ്പ്യൂട്ടറിൽ വായിക്കും. അപ്പൊ നിങ്ങൾ വഴക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ വയലിൻ വായിക്കും? അതറിയാവോ, ഞാനൊരു പാട്ട് പോലും പാടാൻ പറഞ്ഞു കഴിഞ്ഞാൽ എബി പാടത്തില്ല. ഭയങ്കര പ്രശ്നമാണ് എബിക്ക്. അത് മറ്റേ മുമ്പേ പറഞ്ഞില്ല, അറിയാവുന്നവരുടെയും അറിയത്തില്ലാത്തവരുടെയും ഒരു പ്രശ്നമില്ലേ. എനിക്ക് ഇതിനെ കുറിച്ച് നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട് ഞാൻ പാടിയ ശരിയാകുമായിരുന്നു നല്ല ബോധ്യമുണ്ട്. പാടിപ്പിക്കാനേ അറിയത്തുള്ളൂ. അതെ, ഒരാള് പാട്ട് പാടാൻ ഒരു ആവറേജ് എന്നുള്ള ഒരാളെ നല്ല അടിപൊളിയായിട്ട് പാടിച്ചെടുക്കാൻ എനിക്ക് പറ്റും, പക്ഷെ എനിക്ക് പാടാൻ ശരി. ഏറ്റവും ഇഷ്ടപ്പെട്ട സംഗീത സംവിധായകൻ ആരാ മലയാളത്തില്? ഇപ്പം കറണ്ട് ഇതിൽ നോക്കുവാണെങ്കിൽ ജെയ്ക്സ് ബിജോയ്. ഞാൻ ഇപ്പം പുള്ളിക്ക് വേണ്ടി തന്നെ പടം ചെയ്തുകൊണ്ടിരിക്കുന്നു. പിന്നെ എക്കാലത്തെയും എൻ്റെ ഒരു വിദ്യാസാഗറിന്റെ മെലഡീസ് ഭയങ്കര ഇഷ്ടമാണ്. അദ്ദേഹത്തെ കണ്ടിട്ടുണ്ടോ? പാട്ടുകാരിലോ ഇപ്പോഴത്തെ ഏറ്റവും പുതിയ പാട്ടുകാരിൽ ഏറ്റവും പ്രോമിസിങ് ആരാണെന്നൊരു സിംഗേഴ്സിൽ
ഇപ്പൊ ഒത്തിരി പേരുള്ളതുകൊണ്ട് അങ്ങനെ ഒരു പെട്ടെന്നൊരു പേര് പറയാൻ പറ്റൂല, ഇനി പറഞ്ഞാലും ചിലപ്പം. അതെ അല്ല ശരി ശരി. അപ്പൊ ഈ സംഗീത സംവിധാനം തന്നെയാണോ ആത്യന്തികമായ ഒരു ലക്ഷ്യം? ഞാനിപ്പോ മ്യൂസിക് പ്രൊഡക്ഷൻ അത് അങ്ങനെ പോകുന്നുണ്ട്. പക്ഷെ നല്ല പ്രോജക്ട്സ് നല്ലൊരു ഇതായിട്ട് വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും സംഗീത സംവിധാനത്തിലേക്കും ചെയ്യണം എന്നുള്ളൊരു ഇതുണ്ട്. എന്തുതരം പാട്ടുകൾ ഇഷ്ടം? മെലഡി ടൈപ്പ് ആണോ? മെലഡി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ നമ്മുടെ ഒരു ഇത് വെച്ചിട്ട് നമ്മൾ എല്ലാ ടൈപ്പ് പാട്ടുകളും വർക്ക് ചെയ്യേണ്ടതുണ്ട്. അപ്പം എല്ലാ പാട്ടുകളും ഞാൻ കേൾക്കും, ഒത്തിരി നന്നായിട്ട് കേൾക്കും. ലിസണിങ് ആണ് ഏറ്റവും വലിയ നമ്മുടെ ഒരു ഹോംവർക്ക്. മെലഡീസ് ആണ് പക്ഷെ എനിക്ക് കൂടുതൽ ഇഷ്ടം. പക്ഷെ എൻ്റെ കൂടെ പാട്ടുകളൊന്നും കേൾക്കില്ല. അതായത് ഇപ്പം നമ്മൾ വണ്ടി ട്രാവൽ ചെയ്യുന്ന സമയത്താണെങ്കിലും ഞാൻ പാട്ടിട്ട് കഴിഞ്ഞാൽ പറയും ഒന്ന് ഓഫ് ചെയ്യാമോ എന്ന് ചോദിക്കും. ഞാൻ പറയും എന്ത് പറ്റി? അത് ഞാൻ ത്രൂ ഔട്ട് ഇത് തന്നെ കേട്ടിരുന്നിരുന്നിരുന്ന് എനിക്ക് കുറച്ചൊന്ന് ഇത്തിരി സമാധാനം വേണം എന്ന് പറയും. ഞാൻ ഡ്രൈവ് ചെയ്യുമ്പോഴാണ് ആക്ച്വലി മ്യൂസിക്കൽ അല്ലാതെ ഒന്ന് അല്ലാത്തപ്പോ ഒന്നെങ്കിൽ ഹെഡ്ഫോൺ അല്ലെ സ്പീക്കേഴ്സിൽ നമ്മൾ ഫുൾ ടൈം വർക്ക് ചെയ്യുന്ന സമയത്ത് എല്ലാം ഈ പ്ലേയിങ് ആണല്ലോ പാട്ട്. അല്ലെങ്കിൽ ഒന്നെങ്കിൽ പാട്ടായിരിക്കും ചെയ്യുന്നത്, നല്ല ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആണ്. ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെയാണ് ചെവിയൊക്കെ അടിച്ചു പോയിട്ടായിരിക്കും വരുന്നത്. അപ്പം അങ്ങനെ വന്നു കഴിയുമ്പോൾ വണ്ടിക്കകത്ത് കയറിയിരിക്കുമ്പോഴാണ് ഒരു സൈലൻസ് എന്നുള്ളൊരു. അതുകൊള്ളല്ലോ, ഞാൻ വിചാരിച്ച എപ്പോഴും പാട്ട് കേട്ടോണ്ടിരിക്കുന്നവരായിരിക്കും നിങ്ങൾ. ഒരിക്കലും ഇല്ല. അത് ഫ്രീ ടൈം അല്ലാതെ ഒരു ഹോംവർക്ക് എന്നുള്ള രീതിയിൽ പാട്ടുകൾ കേൾക്കാറുണ്ട്. അന്നേരം കുറെ കേൾക്കും. പിന്നെ ഒരു ലോങ് ഡ്രൈവ് ഒക്കെ പോവാണെങ്കിൽ അങ്ങനെ ഞാൻ പാട്ട് വെക്കാതിരിക്കില്ല. പെട്ടെന്ന് ഞാനിപ്പോൾ ഒരു വർക്കിൽ നിന്നൊക്കെ ഇറങ്ങി വന്നിട്ട് പെട്ടെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുമ്പോഴാണ് പാട്ട് വെക്കുന്നതിലൊരു ഇങ്ങനെ വലിയൊരു മ്യൂസിക് സിസ്റ്റം ഒന്നും അങ്ങനെ വണ്ടിക്കകത്ത് അതൊന്നും താല്പര്യമില്ല. കാരണം നമ്മുടെ ബാക്കിയുള്ളതെല്ലാം അങ്ങനത്തെ സംഭവങ്ങളാണ്. അതുകൊണ്ട് വണ്ടിക്കകത്ത് സാധാരണക്കാരൻ കേൾക്കുന്ന എങ്ങനെയാണെന്നൂടെ നമുക്ക് അറിയണമല്ലോ. അപ്പം കാരണം സാധാരണ ഒരു മ്യൂസിക് സിസ്റ്റത്തിൽ കൂടി ഇതൊക്കെ ഇങ്ങനെ കേൾക്കുന്നു എന്നുള്ളൊരു റെഫറൻസ് കൂടെ നമുക്ക് വേണം. അപ്പോൾ അത് കാരണം നമ്മുടെ സ്റ്റുഡിയോയിലുള്ളത് നമ്മുടെ ഹെഡ്ഫോൺസ് എല്ലാം നല്ല ഹൈ എൻഡ് മ്യൂസിക് പ്രൊഡക്ഷന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പം വണ്ടിയിലേക്ക് നമ്മളിപ്പോൾ ചെയ്യുന്ന സംഭവങ്ങളൊക്കെ ഇടയ്ക്ക് വണ്ടിയിലിട്ടാണ് കേട്ട് നോക്കുന്നത് ഇതെങ്ങനെയാണ് നോർമലായിട്ട് കേൾക്കുമ്പോൾ എന്നുള്ളത്. അപ്പോൾ അത് കാരണം അങ്ങനെ വണ്ടിക്കകത്ത് അങ്ങനെ വേണം എന്നുള്ളൊരു. പിന്നെ ഇതാണ് പാട്ട് കേൾക്കൽ വല്ല ലോങ് ട്രിപ്പ് പോകുമ്പോഴാണ് വണ്ടിക്കകത്ത്. അല്ലെങ്കിൽ മാക്സിമം പാട്ടില്ലാതെ സംസാരിച്ച് അന്നേരമാണ് നന്നായിട്ടൊന്ന് സംസാരിക്കാനൊക്കെ പറ്റും. അപ്പോൾ പാട്ടോടെ വന്നു കഴിഞ്ഞാൽ അതൊരു അതുകൊണ്ടാണ് ആ സമയത്താണ് നമ്മൾ ഗ്രേസിനെ ഓരോന്നോരോ വിശ്വസിപ്പിക്കുന്നത്. ഇത് ഇങ്ങനെ റൂമിനകത്ത് തന്നെയാണല്ലോ, പുറത്തേക്ക് അധികം ഇറങ്ങുന്നില്ലല്ലോ. ഇറങ്ങുന്ന ആൾ ഞാനാണ്. അപ്പോൾ ഇങ്ങനെ കിട്ടുന്ന സമയത്ത് എന്നോട് വിശേഷങ്ങൾ ഇങ്ങനെ ചോദിച്ചും ഇന്ന സെറ്റിൽ എന്തായിരുന്നു എന്നൊക്കെ ചോദിച്ചു അങ്ങനെ വിശേഷം പറഞ്ഞു പോകുന്നത് ട്രാവൽ ചെയ്യുമ്പോഴാണ്. നിങ്ങൾ യാത്രകൾ ഈ തുടർന്ന് ചെയ്യാൻ പോകുന്ന യാത്രകൾ എന്ന് പറയുന്നത് വണ്ടിയിലാണോ അതോ വിദേശ യാത്രകളാണോ? എന്താണ് പ്ലാനിങ് ഉള്ളത്? വിദേശ യാത്ര കഴിഞ്ഞപ്പോൾ വന്നതാണ് ഞങ്ങൾ. ഹണിമൂൺ 1 month ഉണ്ടായിരുന്നു. യൂറോപ്പിലായിരുന്നു. യൂറോപ്പിൽ 1 മാസം ഉണ്ടായിരുന്നു. അങ്ങനെ കറങ്ങി. അവിടെയും ഞങ്ങൾ കുറച്ച് റോഡ് ട്രിപ്പ് പോയി, കുറച്ച് ബാക്ക് പാക്ക് പോയി, അങ്ങനെ ട്രാവൽ ചെയ്തു. ഇനി വണ്ടി കൊണ്ടൊന്ന് പോണം എന്നാണ്. അപ്പോൾ വേറെ എന്തൊക്കെയാ പാഷൻ ഗ്രേസിന്റെ കാര്യത്തിൽ? ഡാൻസും സിനിമയും അല്ലാതെ? അത് തന്നെയാണ് എൻ്റെ ലോകം. ആണല്ലേ? അപ്പോൾ ഈ സിനിമയിലേക്ക് വരുന്നു എന്ന് പണ്ട് തൊട്ടേ വീട്ടിൽ പറഞ്ഞുകൊണ്ടിരുന്നതാണോ? വീട്ടുകാരും അത് തന്നെ അങ്ങനെ കൺവിൻസ്ഡ് ആയിരുന്നു? അതായത് അവരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എത്തിപ്പെടാൻ പറ്റാത്തൊരു മേഖല എന്ന് തന്നെയായിരുന്നു. പിന്നെ അവർക്ക് മനസ്സിലായി എന്നോട് പറഞ്ഞിട്ട് കാര്യമില്ലാന്ന്. പിന്നെ എൻ്റെ കൂടെ അവരങ്ങ് കൂടി. പിന്നെ ലക്കിലി എൻ്റെ അപ്പയ്ക്കും അമ്മയ്ക്കും ഒക്കെ ഡാൻസ് പാട്ട് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ചെറുപ്പം മുതലേ എന്നെ ഇങ്ങനെ അണിച്ച് ഒരുങ്ങി വോട്ടൊക്കെ തൊട്ട് ഇങ്ങനെ എല്ലാ സ്റ്റേജിലും കൊണ്ടു കിടക്കുക എന്ന് പറയുന്നത് അവർക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യം. ചേച്ചി ഭയങ്കര പഠിപ്പിച്ചിട്ടായിരുന്നു. അപ്പോൾ അവർക്ക് സാധിക്കാത്തത് എന്നിലൂടെ സാധിക്കുക എന്നുള്ളൊരു ആഗ്രഹം ഉള്ളത് കൊണ്ട് ഇപ്പോഴും എൻ്റെ കൂടെ ഉള്ളത് അവർ തന്നെയാണ്. അപ്പോൾ ഭരതനാട്യം പഠിക്കാൻ പോകാന്നൊക്കെ പറഞ്ഞാൽ നമ്മളൊരു കരിയറായിട്ടൊന്നും കാണുന്ന കാര്യമല്ല. അതിന് സമ്മതിച്ചോ വീട്ടിലപ്പോൾ? അതായത് ആ സമയത്ത് എൻ്റെ ഡാൻസ് ടീച്ചർ, എനിക്കതിന് മുന്നേ ഉണ്ടായിരുന്ന ഡാൻസ് ടീച്ചർ നല്ലൊരു അനുഭവമായിരുന്നില്ല എനിക്ക്. അപ്പോൾ എനിക്ക് കിട്ടിയ ടീച്ചർ എന്ന് പറയുന്നത് നമ്മളെ പൈസയ്ക്ക് വേണ്ടി മാത്രം ഒരു സ്റ്റുഡൻ്റ് എന്നുള്ളൊരു ഇതായിരുന്നില്ല. അപ്പോൾ എനിക്ക് ആ ടീച്ചറെ കണ്ടപ്പോഴത്തേക്ക് എനിക്ക് ഈ ടീച്ചറെ പോലെ ആകണം, ഇതൊരു പ്രൊഫഷനായിട്ട് എടുക്കാം, അവർ അതിനകത്ത് നിന്ന് ഏൺ ചെയ്യുന്നുണ്ട് എന്നൊക്കെ ഞാൻ കണ്ടത് ആ ടീച്ചറിൽ നിന്നാണ്. അപ്പോൾ ഞാൻ അമ്മോട് പറഞ്ഞു എനിക്ക് BA ഭരതനാട്യം തന്നെ പഠിക്കണം. കാരണം ആ സമയത്താണ് കലാതിലകമൊക്കെ ആയിക്കഴിഞ്ഞാൽ സിനിമയിലേക്ക് വരാമെന്നുള്ള സാധനം. അപ്പോൾ എന്തായാലും ഇത് തന്നെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുമല്ലോ. അൾട്ടിമേറ്റ് സിനിമയായിരുന്നു. അപ്പം പിന്നെ അപ്പം അമ്മയൊക്കെ കുഴപ്പമില്ല ഇത് തന്നെ പഠിച്ചോളൂ എന്നുള്ള ഒരു ഇതിലേക്ക് വന്നു. തമിഴ് സിനിമയിൽ അഭിനയിച്ച ഒരു അനുഭവം എന്തായിരുന്നു? തമിഴ് ഒരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക്. കാരണം നമ്മൾ ഇവിടെ നിന്ന് വിട്ടു പോയി അവിടെ എത്തിയില്ല എന്നുള്ളൊരു അവസ്ഥയായിരുന്നു ആദ്യമേ. എന്ന് വെച്ചാൽ നമ്മൾ 25 daysലാണ് നമ്മൾ പടം കമ്മിറ്റ് ചെയ്തത്. ഒറ്റ ഷെഡ്യൂളിൽ തീർക്കാന്ന് പറഞ്ഞ് അതൊരു 9 months അങ്ങനെ പോയി. പോയതിൻ്റെ കൂട്ടത്തിൽ എനിക്ക് ചെറിയൊരു ഇഞ്ചുറി ഒക്കെ വന്നു. ഒരു ഡിസ്ക് ബൾജ് വന്നു. അങ്ങനെ ബൾജ് റിമൂവ് ചെയ്യേണ്ടി വന്നു. അങ്ങനെ 1 month ഞാൻ ബെഡ് റെസ്റ്റിൽ പോയി. പിന്നെ എനിക്ക് കുറച്ച് മാനസിക ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ചധികം വെയിറ്റ് ഗെയിൻ ചെയ്തു, സ്റ്റിറോയിഡ്സ് എല്ലാം കൂടെ ചെന്നിട്ട്. അങ്ങനെ
സർജറി എല്ലാം കഴിഞ്ഞ് ഞാൻ ആദ്യം ചെന്ന് ഡോക്ടറോട് ചോദിച്ചാൽ എനിക്കൊന്ന് ട്രാവൽ ചെയ്യണം, ഞാൻ ഒന്ന് പൊക്കോട്ടെ എന്ന് ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു എവിടെയാണ് പോണേ? ഞാൻ പറഞ്ഞു യൂറോപ്പ് കറങ്ങാൻ പൊക്കോട്ടെ. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇല്ല, അങ്ങനെ ലോങ് ആയിട്ട് ട്രാവൽ ചെയ്യാൻ പറ്റില്ല, എവറി 10 minutes എണീറ്റ് നിൽക്കണം, മൂവ് ചെയ്യണം, അങ്ങനെ ഫുൾ ടൈം ഇരിക്കാനൊന്നും പറ്റത്തില്ല, അങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ ഈശ്വര എൻ്റെ പ്രൊഫഷനൊക്കെ ഇതോടുകൂടി തീർന്നു. പക്ഷെ എന്താണെന്നറിയില്ല, എവിടെ നിന്നോ ഒരു സ്ട്രെങ്ത് കിട്ടി. ത്രൂ ഔട്ട് എൻ്റെ കൂടെ ഉണ്ടായിരുന്നത് എബിയും എൻ്റെ അമ്മയായിരുന്നു. അങ്ങനെ എബി എന്ന ഒരു സ്ട്രെങ്ത് എന്നാണ് എനിക്ക്, എബിക്കുള്ള ഒരു ക്വാളിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നും എബിയെ എക്സൈറ്റും ചെയ്യിപ്പിക്കില്ല, ഒന്നും എബിയെ തളർത്തുമില്ല. ആ ഒരു എന്ത് നമ്മൾ പറഞ്ഞാലും പുള്ളി ഇങ്ങനെ ഒരു കുലുങ്ങാതെ ഇങ്ങനെ നിൽക്കും. അപ്പം നമ്മൾ ഇടയ്ക്ക് വിചാരിക്കും മനുഷ്യരൊന്നും തോന്നുന്നില്ലേ, എനിക്കിപ്പോൾ ഒരു അവാർഡൊക്കെ കിട്ടിയെന്ന് പറഞ്ഞ എബി അടിപൊളി, കീപ് ഗോയിങ്, ഇനി ഇതിൽ നല്ലത് കൊണ്ട് അത്രയേ ഉള്ളൂ, അല്ലാണ്ട് വാവ് എന്നുള്ളൊരിതൊന്നും എബിക്കില്ല. അപ്പം അതിപ്പം എനിക്ക് ഒരു ഇഞ്ചുറി ഉണ്ടായെന്ന് പറയുമ്പോൾ ഇഞ്ചുറി ഉണ്ടായല്ലേ, ഓക്കെ, പിന്നെ അടുത്ത് എന്താണ് ചെയ്യേണ്ടത് ഡോക്ടർ, അങ്ങനെയാണ് എബിയുടെ. ഭയങ്കര പ്രാക്ടിക്കലാണ്, ബ്രൂട്ടലി ഓണസ്റ്റ് ആണ്. എന്തും ഇപ്പം ഞാൻ ചെയ്തൊരു ഷോട്ടാണെങ്കിലും സീനാണെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഇത് ഭയങ്കര ബോറായിട്ടോട്ടോ ചെയ്തു വെച്ചിരിക്കണമെന്ന് പറയും. അപ്പോൾ ആദ്യമൊക്കെ എനിക്കിത് ഭയങ്കര ഷോക്കിംഗ് ആയിരുന്നു, നമ്മൾ സ്നേഹിക്കുന്ന ഒരാൾ ഇങ്ങനെയൊക്കെ നമ്മളെ മുഖത്ത് നോക്കി പറയുമെന്നൊക്കെ. പിന്നെ എനിക്ക് മനസ്സിലായി ഒരാളെങ്കിലും നമ്മുടെ ലൈഫിൽ അങ്ങനെ വേണം. നമ്മൾ ഇങ്ങനത്തെ ഒരു ഫെയിമിൽ നിൽക്കുമ്പോൾ എല്ലാവരും നമ്മളെ പ്രൈസ് ചെയ്യാനേ നിൽക്കത്തുള്ളൂ. അത് തന്നെ. അപ്പോൾ എബി പറഞ്ഞു എല്ലാവരും നിന്നെ പ്രൈസ് ചെയ്യും, കൂടെയുള്ള എല്ലാവരും പറയും നീ അടിപൊളിയാണ്, സൂപ്പറാണ്, പക്ഷെ നീ ഇപ്പോഴും അടിപൊളിയല്ല. അപ്പോൾ അങ്ങനെ തമിഴ് സിനിമ അഭിനയിച്ച സമയത്തുള്ള ഈ ഒരു കൾച്ചറൽ ഡിഫറൻസ് ഉണ്ടല്ലോ, അതാ ഞാൻ പറയാൻ വന്നത്. അപ്പം ഈ തമിഴിൽ ചെയ്യുന്ന സമയത്ത് എനിക്ക് ലാംഗ്വേജ് ബാരിയർ ഉണ്ടായിരുന്നു. പക്ഷേ ഡയറക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു തമിഴ് തന്നെ ഞാൻ തന്നെ ഡബ് ചെയ്യണം, അങ്ങനത്തെ ഒരു ഇതുണ്ടായിരുന്നു. അപ്പോൾ ഈ സിനിമ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു കൺസേൺ എനിക്കുണ്ടായിരുന്നു. അപ്പോഴാണ് എബി പറഞ്ഞത് നമ്മൾ വൺസ് ഇത് കമ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ തീർത്തേ പറ്റുള്ളൂ എന്തൊക്കെ വന്നാലും. അങ്ങനെയാണ് മോഹൻലാലും മമ്മൂട്ടിയും ഈ പറഞ്ഞ എല്ലാ നടന്മാരും ഇവിടെ ഉണ്ടായിട്ടുള്ളത്. നീ മാത്രമല്ല ഇത് ആദ്യമായിട്ട് സഫർ ചെയ്യുന്നത്. അതെനിക്ക് ഭയങ്കര ഒരു ഐ ഓപ്പണിംഗ് ആയിപ്പോയി. അപ്പോൾ ഞാൻ മലയാളത്തിൽ എനിക്ക് ഒരു വലിയ നടിയാവണം എന്നുള്ള ഒരു ലക്ഷ്യത്തിലാണ് ഞാനിവിടെ വന്നത്. അപ്പോൾ എനിക്ക് വേറൊരു ലാംഗ്വേജ് കിട്ടിയത് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു ബ്ലെസ്സിങ് ആയിരുന്നു. അവിടെയും എനിക്ക് പ്രൂവ് ചെയ്യാനൊരു സാഹചര്യം കിട്ടുമ്പോൾ ഞാൻ ഒന്നിനെ മാറ്റി വെക്കരുതെന്നുള്ളൊരു കൺസേൺ എനിക്കുണ്ടായിരുന്നു. അങ്ങനെ തമിഴ് ഈ പറഞ്ഞ പോലെ ഞാൻ വിചാരിച്ചതിലും നന്നായിട്ട് അവിടെ റിസീവ് ചെയ്തു. പടം വന്നപ്പോൾ 2 വർഷം എടുത്തു റിലീസാവാനായിട്ട്. ഇപ്പം എനിക്ക് മിനിഞ്ഞാന്ന് എനിക്കതിന് ബിഹൈൻഡ് വുഡ്സിൻ്റെ ബെസ്റ്റ് ആക്ട്രസ് തമിഴിൽ അവാർഡും കിട്ടി. അതിൻ്റെ ഫസ്റ്റ് തമിഴ് അവാർഡാണ്. അപ്പോൾ നമുക്ക് അങ്ങനെ കിട്ടുന്ന ഒരു റെക്കഗ്നീഷനൊക്കെ രസമാണ്. ഇറ്റ്സ് സ്വീറ്റ്. പോയിട്ട് വാ, പോയിട്ട് വാ. ഞാൻ പറഞ്ഞു വരുന്നോ, നമുക്ക് വണ്ടി ട്രാവൽ ചെയ്ത് പോ. ഇല്ലടാ എനിക്ക് പണിയുണ്ട്, നീ പോയിട്ട് വാ. ദേശീയ അവാർഡ് കിട്ടുമ്പോൾ അങ്ങനെ അപ്പൊ ഇനി എന്താണ് അടുത്ത സിനിമ എന്തെങ്കിലും നടന്നുകൊണ്ടിരിക്കുകയാണോ? അല്ല, ഇപ്പൊ പദയാത്ര കഴിഞ്ഞു. അടൂർ സാറിന്റെ മമ്മൂക്ക പടം അതിൽ ലീഡ് ചെയ്തു. പാട്രിയോട്ടിൽ ചെറിയൊരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. അതും ലാലേട്ടൻ മമ്മൂക്ക കോമ്പിനേഷനിലൊരു സീൻ ചെയ്യാൻ പറ്റി. പിന്നെ ബിജു ചേട്ടൻ്റെ അവർ ആച്ചൻ ആൻഡ് സൺസ് എന്ന് പറഞ്ഞിട്ട് ആ പ്രോജക്റ്റ് ഇപ്പോൾ റിലീസിന് നിൽക്കുന്നു. തമിഴ് 2 കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് പതിയെ വരും. ഈ അടൂർ സാറിന്റെ പടത്തിൽ അഭിനയിക്കുക എന്ന് പറയുന്നത് എല്ലാവരുടെയും ഒരു ഭയങ്കര മോഹമാണല്ലോ. ഇങ്ങോട്ട് സമീപിക്കായിരുന്നോ? അതെ, വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു എനിക്കത്. മമ്മൂക്കയുടെ സൈഡിൽ നിന്നാണ് ജോർജ് ചേട്ടൻ എന്നെ വിളിക്കുന്നത്. മറ്റന്നാൾ ഒരു പടത്തിൽ ജോയിൻ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ വേറൊരു പടം കമ്മിറ്റ് ചെയ്തിട്ടിരിക്കുകയാണ്. അതും അവർ പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നൊരു പടമായിരുന്നു. അപ്പോൾ ഇങ്ങനെ ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഏതാ ജോർജ് ചേട്ടാ? അടൂർ സാറിൻ്റെ പടം, മമ്മൂക്ക പടം എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാനിപ്പോൾ വിളിക്കാം. ഞാൻ നേരെ അവരെ വിളിച്ചു. അവർ വിളിച്ചപ്പോൾ അവർ പറഞ്ഞു അയ്യോ നമ്മളെല്ലാം കമ്മിറ്റ് ചെയ്ത് പോയല്ലോ, ഇങ്ങനെയാണ്. ഞാൻ പറഞ്ഞു അത് ഒരു 25 ദിവസം അവർ ചോദിക്കുന്നുള്ളൂ, എനിക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് കാണിച്ചൊന്ന് ഡേറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് ഞാൻ ഡേ ആൻഡ് ഔട്ട് എങ്ങനെ വേണമെങ്കിലും ഞാൻ ഓടിപ്പടച്ച് വരാൻ പ്രശ്നമില്ല എന്ന് പറഞ്ഞു. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് ഡേറ്റ് ക്ലാഷ് ഉള്ളത് കൊണ്ട് എനിക്കത് നല്ല കാര്യം പറഞ്ഞ ബട്ടർഫ്ലൈ വന്നു. അത് നടന്നില്ല. പക്ഷേ അടൂർ സാറിൻ്റെ പടം അങ്ങനെ അതിനകത്ത് ജോയിൻ ചെയ്യാൻ പറ്റി. അത് എൻ്റെ ലൈഫിൽ എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു അനുഭവമാണ്. അത് 2 ലെജൻസിൻ്റെ ഒപ്പം ഇങ്ങനെ തിരിഞ്ഞ മമ്മൂക്ക, ഇങ്ങനെ തിരിഞ്ഞ അടൂർ സാറ്. എങ്ങനെയാണ് അടൂർ സാറിൻ്റെ ഒരു സംവിധാന ശൈലി എന്താണ്? ഇപ്പോൾ കുറേ സിനിമ അഭിനയിച്ചപ്പോൾ ഒരു വ്യത്യസ്തമായിട്ട് തോന്നുന്നത്? തീർച്ചയായിട്ടും വ്യത്യസ്തതയുണ്ട്. സാറ് പഠിച്ചു വന്ന ആ ഒരു രീതിയും നമ്മളെ പഠിപ്പിക്കുന്ന ഒരു രീതിയും നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന രീതി ഈസ് ടോട്ടലി ഡിഫറെൻറ്റ്. നമ്മൾ യൂസ്ഡ് ആയതിൽ നിന്ന് ഭയങ്കര ഡിഫറെൻ്റ് ആണ്.
സാറിന് സ്ക്രിപ്റ്റ് തരുന്ന ഒരു പരിപാടി അങ്ങനെ ഒന്നുമില്ല. അവിടെ ചെന്നിട്ട് നമുക്ക് ഡയലോഗ് സ്പോട്ടിലാണ് നമുക്ക് ഡയലോഗ് പറഞ്ഞു തരുന്നത്, എന്തൊക്കെയാണ് ഇമോഷൻ വേണ്ടതെന്നൊക്കെ പറഞ്ഞു തരുന്നത് അങ്ങനെയാണ്. എല്ലാവരോടും അങ്ങനെ തന്നെയാണ്. പക്ഷേ ഒരു ടോട്ടാലിറ്റിയിൽ ഒരു ക്യാരക്ടർ മനസ്സിലാകാതെ അത് പ്രീവിയസ്ലി നമുക്ക് ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ സാറ് പറഞ്ഞു തന്നിട്ടുണ്ടാവും. പിന്നെ സാറിന് മേക്കിംഗ് ഭയങ്കര ഡിഫറെൻ്റ് ആണ്. അധികം ഷോട്ട്സുകളൊന്നുമില്ല, ഒച്ചയില്ല, ബഹളമില്ല, എല്ലാം ഭയങ്കര കാം ആൻഡ് ക്വയറ്റാണ്. ഒരു സെറ്റ് തന്നെയാണോ എന്ന് ഇടയ്ക്ക് നമുക്ക് സംശയം തോന്നും. പിന്നെ നമുക്ക് ഔട്ട് ഓഫ് ദ റെസ്പെക്റ്റിൽ തോന്നുന്ന ഒരു ഇതുണ്ടല്ലോ, അത് ഭീകരമായിരുന്നു എനിക്ക്. അപ്പോൾ ഞാൻ ഭയങ്കര സ്ട്രെസ്ഡ് ആയിരുന്നു ഫസ്റ്റ് ഡേയിലൊക്കെ. അപ്പം നമുക്ക് പറഞ്ഞു ഇത്രയും സ്ട്രെസ്സൊന്നും അടിക്കണ്ട, ഞാനില്ലേ ഇവിടെ. അപ്പം ഞാൻ ഓക്കെ രണ്ടാമത്തെ ദിവസം കഴിഞ്ഞില്ലേ, നിർത്ത്, ഞാനില്ലേ ഇവിടെ. മമ്മൂക്ക ഞാൻ സെറ്റിൽ ഇതുവരെ മമ്മൂക്ക ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. ഭയങ്കര പൂക്കിയായിരുന്നു. ഭയങ്കര രസമായിരുന്നു നമുക്ക്. കാരണം ഞാൻ ഭയങ്കര സ്ട്രെസ്ഡാണെന്ന് നമുക്കൊക്കെ അറിയാം. അപ്പൊ എന്നെ കൂളാക്കാൻ വേണ്ടി പുള്ളി ഇടയ്ക്ക് തമാശയൊക്കെ പറയുക. അങ്ങനെ എനിക്ക് കൂടുതൽ കോമ്പിനേഷൻസ് മമ്മൂക്കയായിട്ടും ഇന്ദ്രൻ സേട്ടനായിട്ടുമായിരുന്നു. അപ്പൊ ഭയങ്കര രസമായിരുന്നു. അതൊരിക്കലും മറക്കാൻ പറ്റാത്തൊരു അനുഭവമാണ്. അതെ, നന്ദചേട്ടൻ എന്നെ ആ ലൊക്കേഷൻ വിളിച്ചതാണ്. ഫാക്ടിലെ മറ്റോ വരാൻ പറ്റിയില്ല. ഞാൻ അടുത്ത ക്യൂബെ പോയപ്പോഴത്തേക്കും സിഗാർ വാങ്ങിച്ചു. അപ്പൊ സിഗാർ വാങ്ങിച്ചത് ഞാൻ ഫേസ്ബുക്കിൽ ഞാൻ ക്യൂബെ പോകുന്നത് കണ്ടപ്പോ തന്നെ നന്ദചേട്ടൻ വിളിച്ചു, വരുമ്പോ സിഗാർ കൊണ്ടുവരും. അപ്പൊ അത് എത്തിക്കാൻ വേണ്ടിയാണ് എന്നെ വിളിച്ചോണ്ടത്. പക്ഷെ ഞാൻ അവിടെ ഇല്ലായിരുന്നു. പിന്നെ മറ്റൊരു സന്ദർഭത്തിൽ വലിയ ചടങ്ങ് പോലെ അപ്പൊ എന്തായാലും എനിക്ക് തോന്നുന്നു അത്യാവശ്യം നമ്മൾ കാര്യങ്ങളൊക്കെ സംസാരിച്ചതാണ്. പിന്നെ പറഞ്ഞാൽ രണ്ടുപേരുടെയും കാര്യത്തിൽ ജീവിതം തുടങ്ങിയിട്ടുള്ളൂ. അത് കരിയറിലായാലും ജീവിതമായാലും ദാമ്പത്യ ജീവിതമായാലും തുടങ്ങിയിട്ടുള്ളൂ. അപ്പൊ എനിക്ക് പറയാനുള്ളത് വെച്ചാൽ എല്ലാം വിശ്വസിക്കരുത് കേട്ടോ. നമ്മൾ പോകുന്നതിന് മലയാളി എന്നുള്ള ഒരു ചെറിയൊരു പാര വെച്ച് വിടണം. ചുമ്മാ പറഞ്ഞത് നല്ല മനുഷ്യനാണെന്ന് ഇവയെ കണ്ടാലേ മനസ്സിലാവും അല്ലേ? അതല്ലേ അറ്റ്ലീസ്റ്റ് വീഴിക്കാനെങ്കിലും പറ്റുന്നുണ്ട്. അതിനുള്ള ഒരു സംഭവം ഉണ്ട് എന്തായാലും എബിയിൽ. അപ്പോൾ എബിയുടെ കാര്യത്തിലൊക്കെ ഇനി വളരെ വലിയ ഒരു ഉയർച്ച നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. കുറേ സിനിമ പാവാടയിലെ ഗംഭീര പാട്ടായിരുന്നു. അതുപോലെ തന്നെ പുതിയ ഈ പറഞ്ഞ പിന്നണിയിൽ നിൽക്കാതെ പാട്ടുകൾ ഈ പറഞ്ഞ അറിയപ്പെടുന്ന ഒരു സംഗീത സംവിധാനമാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഗ്രേസിൻ്റെ കാര്യത്തിലും ഗ്രേസിന് നമ്മളിനി ഒത്തിരി കാണാനുണ്ട്, കുറേ സിനിമകൾ കാണാനുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ മുന്നോട്ട് ഭംഗിയായി പോവുക. ഇനി X7 എടുക്കുമ്പോഴും നമ്മൾ വീണ്ടും കാണുന്നതായിരിക്കും. X7 ഒന്നും പോരാ, റോൾസ് റോയ്സിലേക്ക് എത്തട്ടെ. രണ്ടുപേരും പൈസ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന കുടുംബമാണല്ലോ. അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. താങ്ക് യു.